മക്കളെ, സോ വെൽക്കം ബാക്ക് ടു അവർ ബയോളജി ക്ലാസ്സസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ഈ സെല്ലിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് ചാപ്റ്റർ ഉണ്ട്. സെൽ സ്ട്രക്ചറിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചു, റൈറ്റ്? നമ്മൾ പ്രൊകാരിയോട്ടിക് അതുപോലെ യൂക്കാരിയോട്ടിക് സെൽ സ്ട്രക്ചറും അതിൽ വരുന്ന എക്സ്റ്റൻഷൻസും അതുപോലെ തന്നെ എക്സ്ട്രാ സ്പെഷ്യലൈസ്ഡ് മെംബ്രെയിനസ് സ്ട്രക്ചറും ഫിലമെൻ്റസ് സ്ട്രക്ചറൊക്കെ പറഞ്ഞതാണ്. സോ ഹിയർ we gonna learn about the cell wall and I hope that ഇതുവരെ എടുത്തതൊക്കെ നിങ്ങൾ നല്ല ക്ലാരിറ്റിയോട് കൂടെ പഠിച്ചു വന്നിട്ടുണ്ടാവും കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. ബിക്കോസ് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത് നല്ല വൃത്തിക്ക് പഠിച്ചാലേ ഈ ഒരു ക്ലാസ്സിലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫ്ലോ കിട്ടുള്ളൂ. ലൈക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് സെൽ വാൾ തൊട്ടിട്ട് നല്ല ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ബട്ട് ഇവൻ തോ നിങ്ങൾക്ക് ഞാൻ ചില കാര്യങ്ങൾ ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറയുമ്പോൾ, മക്കളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവിടെ പഠിച്ചതല്ലേ ഇവിടെ പഠിച്ചതല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ മേലോട്ട് നോക്കിയിരിക്കേണ്ടി വരും. സോ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ട്, എൻ്റെ കൂടെ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത് പഠിച്ചിട്ട് വരണം എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ എല്ലാവരും ഷോർട്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നില്ലേ? ഓക്കെ, പറഞ്ഞതുപോലെ ചെയ്യുക. അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. ഓക്കെ, സോ നമുക്ക് ഇന്ന് എന്തിനെ പറ്റി പഠിക്കാം മക്കളെ? സെൽ വാളിനെ പറ്റിയിട്ട് പഠിക്കാം. ആക്ച്വലി സെൽ വാൾ എന്ന് പറയുന്നത് നോൺ ലിവിങ് ആണ്. അതാണ് ആദ്യം ഓർത്ത് വെക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ. സെൽ വാൾ എന്ന് കേട്ടാൽ നിങ്ങൾക്ക് എന്ത് ഓർമ്മ വേണം? അത് എന്താണ് മക്കളെ? നോൺ ലിവിങ് സ്ട്രക്ചർ ആണ്. ഇറ്റ് ഈസ് എ നോൺ ലിവിങ് റിജിഡ് സ്ട്രക്ചർ. ഓക്കെ, ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ ആണല്ലോ? സോ സെൽ വാൾ ഈസ് എ നോൺ ലിവിങ് റിജിഡ് സ്ട്രക്ചർ forms an outer covering for the plasma membrane of the fungi and plants. പ്ലാന്റ്സിൻ്റെയും ഫംഗിയുടെയൊക്കെ കേസിൽ അവരുടെ പ്ലാസ്മ മെംബ്രെയിനിന് ഒരു ഔട്ടർ കവറിങ് ആയിട്ട് വരുന്നതാണ് മക്കളെ ഈ പറയുന്ന സെൽ വാൾ എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആയോ? കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലെയേഴ്സ് പറഞ്ഞ സമയത്ത് ഗ്ലൈക്കോ കാലിക്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതൊക്കെ പഠിച്ചു? ലെയറുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഗ്ലൈക്കോ കാലിക്സ്, അത് കഴിഞ്ഞിട്ട് ഫോളോഡ് ബൈ ദ സെൽ വാൾ ആൻഡ് പ്ലാസ്മ മെംബ്രെയിൻ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ആക്ച്വലി ഈ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഒരു ഔട്ടർ കവറിംഗ് ലെയർ പോലെയല്ലേ സെൽ വാൾ ഉള്ളത്. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഔട്ടർ കവറിംഗ് ഫോർ ദ പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ഫംഗൈ ആൻഡ് പ്ലാന്റ്സ്. പ്ലാന്റ്സിനും ഫംഗൈയുടെയും കേസിലാണ് പറയുന്നത്. മക്കളെ, ആനിമൽസിന് സെൽ വാൾ പ്രസന്റ് ആണോ? ഇല്ല. ആനിമൽസിൻ്റെ കേസിൽ സെൽ വാൾ ആബ്സെന്റ് ആണ്. സോ ഹിയർ ഇറ്റ് ഈസ് സേയിങ് അബൌട്ട് ദ ഫംഗൈ ആൻഡ് പ്ലാന്റ്സ്. ഫംഗൈയുടെയും പ്ലാന്റ്സിൻ്റെയും കേസിലാണ് മക്കളെ ഇവിടെ പറയുന്നത്. ക്ലിയർ ആണല്ലോ? സോ സെൽ വാൾ നോട്ട് ഓൺലി ഗിവ്സ് ദ ഷേപ്പ് ഓഫ് ദി സെൽ ആൻഡ് ഓൾസോ പ്രൊട്ടക്ട്സ് ദ സെൽ ഫ്രം മെക്കാനിക്കൽ damage and infection. That is the first point. സെൽ വാൾ എന്ന് പറയുന്നതാണ് ആക്ച്വലി ഷേപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ അവിടെ പഠിച്ചു. പക്ഷെ അത് ഷേപ്പ് പ്രൊവൈഡ് ചെയ്യാൻ മാത്രമല്ല ചെയ്യുന്നത്, അത് എന്തും കൂടെ ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ഷൻ ഫംഗ്ഷനും കൂടെ ചെയ്യുന്നുണ്ട്. അത് മാത്രമാണോ? അല്ല. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ സെൽ ടു സെൽ ഇൻട്രാക്ഷൻ ആൻഡ് പ്രൊവൈഡ്സ് ബാരിയർ ടു അൺഡിസയർ മാക്രോ മോളിക്യൂൾസ്. എന്താ മക്കളെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ അൺഡിസയറബിൾ മാക്രോ മോളിക്യൂൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആവശ്യമില്ലാത്തതിനൊന്നും കടത്തിവിടാൻ ഇയാളെ അനുവദിക്കില്ല. മനസ്സിലായോ? ആവശ്യമില്ലാത്തതിനൊന്നും ഇയാൾ കടത്തിവിടാൻ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇതൊരു ബാരിയറായിട്ട് ആക്ട് ചെയ്യും. അവിടെ ഒരു ബാരിയറായിട്ട് ആക്ട് ചെയ്യും ഫോർ ദ മാക്രോ മോളിക്യൂൾസ്. മാക്രോ മോളിക്യൂൾസിന് ഒരു ബാരിയറായിട്ട് ഈ പറയുന്ന സെൽ വാൾ ആക്ട് ചെയ്യും. മെക്കാനിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ സെൽ ടു സെൽ ഇൻട്രാക്ഷൻ. ഓരോ സെൽസുകൾ തമ്മിൽ ഇൻട്രാക്ഷൻ നടക്കുന്നത് ത്രൂ ദ സെൽ വാൾ ആണ്. സെൽ വാൾ വഴിയാണ് ഒരു സെല്ലിൽ നിന്നും മറ്റൊരു സെൽ ഇൻട്രാക്ഷൻ നടക്കുന്നത്. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ അല്ലേ? അപ്പോൾ അതിൻ്റെ ഫങ്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. ഇനി ആൽഗിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ആൽഗയ്ക്ക് എന്തുണ്ട്? സെൽ വാൾ ഉണ്ട്. ആൻഡ് ആൽഗയുടെ സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത് മക്കളെ സെല്ലുലോസ്, ഗാലക്ടോസ്, മന്നൻസ് ആൻഡ് മിനറൽസ് ലൈക്ക് കാൽസ്യം കാർബണേറ്റ് ഒക്കെ വെച്ചിട്ടാണ്. ഇതൊക്കെയാണ് സെല്ലുലോസ്, ഗാലക്ടൻസ്, മാനൻസ് ആൻഡ് മിനറൽസ് ലൈക്ക് കാൽഷ്യം കാർബണേറ്റ്. സോ ഇത് ആരുടെ സെൽ കോമ്പോസിഷനാണ് മക്കളെ? ആരുടെ സെൽ വാൾ കോമ്പോസിഷനാണ് ഈ പറയുന്ന സെല്ലുലോസ്, ഗാലക്ടോസ്, മന്നൻസ് അതുപോലെ തന്നെ മിനറൽസ് ലൈക്ക് കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് അബൌട്ട് ദ ആൽഗെ. ആൽഗയുടെ സെൽ വാളിൻ്റെ കോമ്പോസിഷനാണ്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വീണ്ടും പറയാണ്, സെല്ലുലോസ്, ഗാലക്ടൻസ്, മാനൻസ് ആൻഡ് മിനറൽസ് ലൈക്ക് കാൽഷ്യം കാർബണേറ്റ്. ക്ലിയർ ആണല്ലോ? എന്നാൽ പ്ലാന്റ്സിൻ്റെ കേസിൽ എങ്ങനെയാണ് മക്കളെ? പ്ലാന്റ്സിൻ്റെ കേസിൽ ഇവർ തന്നെയാണോ? അല്ല. പ്ലാന്റ്സിൻ്റെ കേസിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെല്ലുലോസ്, ഹെമി സെല്ലുലോസ്, പെക്റ്റിൻസ് ആൻഡ് പ്രോട്ടീൻസ്. സെല്ലുലോസ്, ഹെമി സെല്ലുലോസ്, പെക്റ്റിൻസ് ആൻഡ് പ്രോട്ടീൻസ് ആണ് പ്ലാന്റ്സിൻ്റെ കേസിൽ. ക്ലിയർ ആണോ? സോ ആൽഗയിൽ ആരൊക്കെയായിരുന്നു നമുക്കറിയാം? സെല്ലുലോസ് ഉണ്ട്, ഗാലക്റ്റിൻസ് ഉണ്ട്, മാനൻസ് ഉണ്ട്, അതുപോലെ തന്നെ കാൽസ്യം കാർബണേറ്റ് പോലുള്ള മിനറൽസ് ഉണ്ട്. ക്ലിയർ ആണല്ലോ? എന്നാൽ പ്ലാന്റ്സിലോട്ട് വരുന്ന സമയത്ത് അവർ മാറി. എന്നിട്ട് അതെന്തായിട്ട് മാറും? സെല്ലുലോസ്, ഹെമി സെല്ലുലോസ്, പെക്റ്റിൻസ് ആൻഡ് പ്രോട്ടീൻസ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ മക്കളെ? സോ സെൽ വാൾ കോമ്പോസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ആൽഗയുടെ സെൽ വാളിൽ ആരൊക്കെ ഉണ്ടാകും, അതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ പ്ലാന്റ്സിൻ്റെ കേസിലെ സെൽ വാൾ കോമ്പോസിഷൻ എന്തൊക്കെ വെച്ചിട്ടാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. ക്ലിയർ ആണല്ലോ? സോ ദ സെൽ വാൾ ഓഫ് എ യങ് പ്ലാന്റ് സെൽ, ദർ ഇസ് എ പ്രൈമറി വാൾ, ഇസ് capable of growth.
ഒരു യങ് പ്ലാന്റ് സെല്ലിൻ്റെ കേസിലുള്ള സെൽ വാൾ അതിന് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ആസ് പ്രൈമറി വാൾ. അതിനെയാണ് മക്കളെ എന്ത് വിളിക്കുക? പ്രൈമറി വാൾ എന്ന് വിളിക്കുന്നത്. ആൻഡ് വിച്ച് ഗ്രാജുവലി ഡിമിനിഷസ് ആസ് എ സെൽ മെച്ചോർസ്. അതായത് സെല്ലിങ്ങനെ മെച്ചോർഡ് ആയിക്കൊണ്ടിരിക്കുമ്പം സെല്ലിന് ഏജ് കൂടുന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ സെല്ല് മെച്ചോർ ആകുന്നതിനനുസരിച്ച് ഇതിങ്ങനെ നശിച്ചു പോകാൻ തുടങ്ങും. ഏത്? പ്രൈമറി വാൾ. ആൻഡ് ദ സെക്കൻഡറി വാൾ ഈസ് ഫോംഡ് ഓൺ ദ ഇന്നർ സൈഡ് ഓഫ് ദി സെൽ. എന്നിട്ട് സെല്ലിൻ്റെ ഇന്നർ സൈഡിൽ ആര് ഫോം ചെയ്യാൻ തുടങ്ങും? ആര് ഫോം ചെയ്യും മക്കളെ? ദാറ്റ് ഇസ് ദ സെക്കൻഡറി വാൾ. മനസ്സിലായോ? ആരവിടെ ഡിമിനിഷ് ഔട്ട് ചെയ്യുക? പ്രൈമറി വാളാണ് ഡിമിനിഷ് ഔട്ട് ചെയ്യുക. എപ്പോൾ? സെല്ല് മെച്ചുവർ ആവുന്നതിനനുസരിച്ചിട്ട്. എന്നിട്ട് അവിടെ ഇന്നർ സൈഡിൽ ആര് ഫോം ചെയ്യും മക്കളെ? സെക്കൻഡറി വാൾ ഫോം ചെയ്യും. ഇപ്പോൾ 2 വാൾസ് നമ്മളിപ്പോൾ പറഞ്ഞു, പ്രൈമറി വാളും ഉണ്ട്, സെക്കൻഡറി വാളും ഉണ്ട്. ഇതിൽ ഡിമിനിഷ് ഔട്ട് ചെയ്യുന്നത് പ്രൈമറി വാളും, എന്നാൽ മെച്ചുവർ ആവുന്ന സമയത്ത് ഇന്നർ സൈഡിലോട്ട് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരായിരിക്കും? സെക്കൻഡറി വാൾ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? സോ ദ മിഡിൽ ലാമെല്ല ഈസ് എ ലെയർ മെയിൻലി ഓഫ് കാൽസ്യം പെക്ടേറ്റ്. അടുത്ത് നമ്മൾ പറയുന്നതാണ് മിഡിൽ ലാമെല്ലനെ പറ്റിയിട്ട്. മിഡിൽ ലാമെല്ല എന്ന് പറയുന്നതും ഒരു ലെയറാണ്. എന്ത് വെച്ചിട്ടാണ് ഇരിക്കുന്നത് മക്കളെ? അബൌട്ട് കാൽഷ്യം പെക്ടേറ്റ്. കാൽഷ്യം പെക്ടേറ്റ് വെച്ചിട്ടാണ് മിഡിൽ ലാമെല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. വിച്ച് ഹോൾഡ്സ് ഓർ ഗ്ലൂസ് ഡിഫറെൻറ്റ് നെയ്ബറിംഗ് സെൽസ് ടുഗദർ. എന്താണ് മിഡിൽ ലാമെല്ലയുടെ ഫംഗ്ഷൻ? സെൽ വാളിൻ്റെ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു, സെൽ ടു സെൽ ഇൻട്രാക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അടുത്തടുത്തുള്ള സെല്ലുകളുടെ ഇൻട്രാക്ഷൻ, ഇൻ ബിറ്റ്വീൻ അവർക്കിടയിലുള്ള ഇൻട്രാക്ഷൻ, ദാറ്റ് ഈസ് സെൽ ടു സെൽ ഇൻട്രാക്ഷൻ. അതെങ്ങനെയാണെന്നാണ് പറഞ്ഞത്? ത്രൂ ദ സെൽ വാൾ ആണെന്ന് പറഞ്ഞു. എന്നാൽ മിഡിൽ ലാമെല്ലയുടെ ഫംഗ്ഷൻ എന്താണ്? എന്താ മിഡിൽ ലാമെല്ലയുടെ ഫംഗ്ഷൻ മക്കളെ? ഇറ്റ് ഗ്ലൂസ്. എന്താണ്? ഇറ്റ് ഗ്ലൂസ് ഓർ ഹോൾസ് ഡിഫറെൻറ്റ് നെയ്ബറിംഗ് സെൽസ് ടുഗെദർ. പല നെയ്ബറിംഗ് സെൽസിനെ ഒരുമിച്ച് നിർത്തുക എന്നുള്ളതാണ് ഇവരുടെ ഫംഗ്ഷൻ. ഓക്കെ, അതാണ് പറയുന്നത് ഗ്ലൂസ് ഓർ ഹോൾസ്. എന്താണ്? ഗ്ലൂസ് അല്ലെങ്കിൽ ഹോൾസ് എന്ന് പറയുന്നത്. ദ സെൽ വാൾ ആൻഡ് മിഡിൽ ലാമെല്ല മേ ബി ട്രാവേഴ്സ്ഡ് ബൈ പ്ലാസ്മോഡെസ്മാറ്റ. ഇനി സെൽ വാളും മിഡിൽ ലാമെല്ലയും തമ്മിലൊരു കണക്ഷൻ ആണല്ലോ. സെൽ വാളിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെൽ ടു സെൽ ഇൻട്രാക്ഷൻ ആണെന്ന് പറഞ്ഞു. മിഡിൽ ലാമെല്ലയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗ്ലൂസ് അല്ലെങ്കിൽ ഹോൾസ് ദ സെൽ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ മിഡിൽ ലാമെല്ലയും സെൽ വാളും തമ്മിലൊരു കണക്ഷൻ വേണ്ടേ? ഇവർ തമ്മിൽ എങ്ങനെയാണ് മക്കളെ കണക്ഷൻ വരുന്നത്? ത്രൂ ദ പ്ലാസ്മോഡെസ്മാറ്റ. സെൽ വാളും മിഡിൽ ലാമെല്ലയും തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണ്? ത്രൂ ദ പ്ലാസ്മോഡെസ്മാറ്റ. ക്ലിയർ ആണല്ലോ? എന്താണ് പ്ലാസ്മോഡെസ്മാറ്റ ചെയ്യുന്നത്? നെയ്ബറിംഗ് സെൽസിൻ്റെ സൈറ്റോപ്ലാസങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ മക്കളെ? സോ ഇവിടെ ഇപ്പോൾ 3 രീതിക്കുള്ള കണക്ഷൻസ് പറഞ്ഞു. ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെൽ വാളിൻ്റെത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. സെക്കൻഡ് വൺ എന്ന് പറയുന്നതാണ് നമ്മളുടെ എന്തായിരുന്നു മക്കളെ? ദാറ്റ് ഈസ് പ്ലാസ്മോഡെസ്മാറ്റ. ക്ലിയർ ആണോ? ആൻഡ് ദ തേർഡ് വൺ എന്ന് പറയുന്നതാണ് മിഡിൽ ലാമെല്ല. തേർഡ് വൺ ആണ് മക്കളെ മിഡിൽ ലാമെല്ല. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ മക്കളെ? സോ ഇവരുടെ 3 പേരുടെയും കണക്ഷൻസ് എങ്ങനെയാണെന്നുള്ളത് ഓർത്ത് വെക്കണം. ത്രൂ ദ സൈറ്റോപ്ലാസം കണക്ട് ചെയ്യുന്നത് പ്ലാസ്മോഡെസ്മാറ്റ വഴിയാണ്. സോ പ്ലാസ്മോഡെസ്മാറ്റയുടെ മെയിൻ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെൽ വാൾ മിഡിൽ ലാമെല്ല ഫംഗ്ഷനിങ് ആണ്. സെൽ വാൾ മിഡിൽ ലാമെല്ല ഫംഗ്ഷനിങ് ആണ് മക്കളെ പ്ലാസ്മോഡെസ്മാറ്റയുടെ വരുന്നത് ത്രൂ ദ സൈറ്റോപ്ലാസം. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി മൂവ് ഓൺ ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ദ എൻഡോ മെംബ്രെയിൻ സിസ്റ്റം. ഇനി നമ്മൾ എന്താ മക്കളെ പഠിക്കാൻ പോകുന്നത്? എൻഡോ മെംബ്രെയിൻ സിസ്റ്റം ആണ്. എക്സാമിന് ക്വസ്റ്റ്യൻസ് കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്ന എല്ലായ്പ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഈ എൻഡോ മെംബ്രെയിൻ സിസ്റ്റം എന്ന് പറയുന്നത്. സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. എന്തായാലും സെൽ യൂണിറ്റ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഓർഗനൽസിനെ പറ്റിയിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരാനുള്ളത് മെയിൻലി. റൈറ്റ്. പിന്നെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളതാണ്. മെയിൻലി ഇതിന് ക്വസ്റ്റ്യൻസ് വരാനുള്ളത് ഓർഗനൽസിനെ പറ്റിയിട്ടാണ്. കാരണം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. അവിടെ തന്നെയാണ്. അവിടെ എത്രയായിരുന്നു അതിൻ്റെ സൈസ് പറഞ്ഞത്, ഇവിടെ എത്രയായിരുന്നു ഇതിൻ്റെ സൈസ് പറഞ്ഞത്, ഇതിൻ്റെ ഏത് ഷേപ്പ്ഡായിരുന്നു, ഗോൾജി ഏതാണ് ഇതിൽ, മറ്റേത് ഏതാണ്, സിസ് ഏതാ, കോൺവെക്സ് ഏതാ, അതുപോലെ തന്നെ ട്രാൻസ് ഏതാന്നുള്ളതൊക്കെ ഡൗട്ട് വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ വീണ്ടും പറയാണ്, ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് ഈ ഒരു എൻഡോ മെംബ്രെയിൻ സിസ്റ്റം ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ട് എൻ്റെ കൂടെ തന്നെ മക്കൾ പോരണം. ക്ലിയർ ആണല്ലോ? സോ while each of the membrane organelle is distinct in terms of its structure and function, many of these are considered together as the endomembrane because their functions are coordinated. ഇത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. എങ്ങനെയാണ് കുറേ ഓർഗനൽസിനെ കൂടിയിട്ട് എൻഡോ മെംബ്രെയിൻ സിസ്റ്റം എന്ന് വിളിച്ചത്? എന്തുകൊണ്ടാണ് വിളിച്ചത്? കാരണം അവരുടെ ഫങ്ഷൻസ് കോർഡിനേറ്റഡ് ആണ്. ഒന്ന് കഴിഞ്ഞ് അടുത്തത് ലൈക്ക് കണക്റ്റഡ് ആയിട്ടാണ് ഫങ്ഷൻസ് വരുന്നത്. കോർഡിനേറ്റഡ് ഫങ്ഷൻസ് ആണ് അവർക്കിടയിലുള്ളത്, ആ ഓർഗനൽസിന് ഇടയിലുള്ളത്. സോ ഇതുകൊണ്ടാണ് മക്കളെ ഇവരെന്ത് വിളിച്ചിട്ടുള്ളത്? എൻഡോ മെംബ്രെയിൻ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? എന്തുകൊണ്ടാണ് എൻഡോ മെംബ്രെയിൻ സിസ്റ്റം വിളിച്ചത് നോക്കിയാണോ? കാരണം എന്താ?
അവരുടെ ഫങ്ഷൻസ് കോർഡിനേറ്റഡ് ആണ്. ആക്ച്വലി വി നോ ദാറ്റ് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ ഫങ്ഷൻസ് ഉണ്ട്, ഡിസ്റ്റിങ്ക്ട് ഫങ്ഷൻസ് ഉണ്ട്, അതിൽ ഡൗട്ടൊന്നുമില്ല. എന്നാൽ പോലും ഈ ഡിസ്റ്റിങ്ക്ട് ഫങ്ഷൻസുകൾ തമ്മിൽ എന്തോ കോർഡിനേഷൻ ഉണ്ടെങ്കിൽ, ആരൊക്കെ തമ്മിലാണോ കോർഡിനേഷൻ ഉള്ളത് ആ ഓർഗനൽസിനെ എല്ലാവരെയും കൂടെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ എൻഡോ മെംബ്രെയിൻ സിസ്റ്റം. ഓക്കെ ആണല്ലോ? എന്താണ് എൻഡോ മെംബ്രെയിൻ സിസ്റ്റം? ക്ലിയർ ആണല്ലോ മക്കളെ? സോ ഈ എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഓർഗനൽസിൻ്റെ പേര് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക മക്കളെ. എക്സാമിന് അത് നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. അസേർഷൻ, റീസണിലോ സ്റ്റേറ്റ്മെൻറ്റിലോ ബോക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലൊക്കെ വരാവുന്നതാണ്. നിങ്ങളുടെ പബ്ലിക് എക്സാമിനും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ്. എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തിൽ ആരൊക്കെയുള്ളത് മക്കളെ? നോട്ട് ചെയ്ത് വെക്കുന്നില്ല നിങ്ങളെല്ലാവരും? എൻ്റെ കൂടെ തന്നെ നോട്ട് ചെയ്ത് പോരണം. സോ ദ എൻഡോ മെംബ്രെയിൻ സിസ്റ്റം ഇൻക്ലൂഡ്സ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ER, ഗോൾജി കോംപ്ലക്സ്, ലൈസോസോം ആൻഡ് വാക്യൂൾ. ഇത്രയും ആളുകളാണ് മക്കളെ എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തിലുള്ളത്. ആരൊക്കെയാണ് മക്കളെ? ദ ഫസ്റ്റ് വൺ ഈസ് ദ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം അല്ലെങ്കിൽ ER. സെക്കൻഡ് വൺ ഈസ് ദ ഗോൾജി കോംപ്ലക്സ്. സെക്കൻഡ് വൺ ആരാണ്? ഗോൾജി കോംപ്ലക്സ്. ആൻഡ് തേർഡ് വൺ ലൈസോസോം ആൻഡ് ദ ലാസ്റ്റ് വൺ ദാറ്റ് ഈസ് വാക്യൂൾസ്. ഈ 4 പേരടങ്ങിയതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ദാറ്റ് ഇസ് എൻഡോ മെംബ്രെയിൻ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. എന്താണ് ഇവരുടെ പ്രത്യേകത? ഇവരുടെയൊക്കെ ഡിസ്റ്റിങ്ക്ട് ഫംഗ്ഷനുകൾ തമ്മിൽ കണക്റ്റഡ് ആണ്. വീണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാണ്, ഇവരുടെയൊക്കെ ഡിസ്റ്റിങ്ക്ട് ഫംഗ്ഷൻ, അതായത് ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ഫംഗ്ഷൻസുകൾ തമ്മിൽ എന്തോ ഒരു കോർഡിനേഷൻ ഉണ്ട്, കണക്ഷൻ ഉണ്ട്. ക്ലിയർ ആയോ? അതുകൊണ്ടാണ് ഇവരെല്ലാവരെയും നമ്മൾ ഒരു സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇവരെ നമ്മൾ എൻഡോ മെംബ്രെയിൻ സിസ്റ്റം എന്ന് വിളിച്ചത്. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോൾ ആരൊക്കെയാണ് അതിലുള്ളത്? എൻഡോ മെംബ്രെയിൻ സിസ്റ്റം ഇൻക്ലൂഡ്സ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ഗോൾജി കോംപ്ലക്സസ്, വാക്യൂൾ ആൻഡ് ലൈസോസോംസ്. ഈ 4 പേരാണ് മക്കളെ എന്തിലുള്ളത്? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തിലുള്ളത്. ക്ലിയർ ആണല്ലോ? സോ ദ ഫങ്ഷൻസ് ഓഫ് ദ മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ്, പെറോക്സിസോംസ് ആർ നോട്ട് കോർഡിനേറ്റഡ് വിത്ത് അബവ് കമ്പോണൻസ്. ദീസ് ആർ നോട്ട് കൺസിഡേർഡ് ആസ് പാർട്ട് ഓഫ് എൻഡോ മെംബ്രെയിൻ സിസ്റ്റം. ഇനി നമുക്കിപ്പോൾ ബാക്കി പഠിക്കാനുള്ളത് ക്ലോറോപ്ലാസ്റ്റ്, മൈറ്റോകോൺട്രിയ ആൻഡ് പെറോക്സിസോം ആണ്. ഇവരുടെ ഒന്നും ഫംഗ്ഷൻസ് മേലെ പറഞ്ഞ ആരുമായിട്ട് കോർഡിനേറ്റഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ഇവർ എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തിൽ ഇൻക്ലൂഡഡ് അല്ല. ഇവർ സിംപ്ലി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓർഗനൽസ് ആയിട്ടാണ് പഠിക്കുന്നത്. ക്ലിയർ ആണല്ലോ? സോ എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തിൽ താഴെ വരുന്നത് 4 പേരാണ്. വീണ്ടും പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ മൈൻഡിലോട്ട് കയറാൻ വേണ്ടിയിട്ടാട്ടോ മക്കളെ. ദാറ്റ് ഈസ് ദ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ഗോൾജി കോംപ്ലക്സസ്, വാക്യൂൾ, ലൈസോസോം. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫസ്റ്റ് എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തിലെ ഓർഗനിലോട്ട് മൂവ് ഓൺ ചെയ്യാം. ഏതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്? ദാറ്റ് ഈസ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. ഇവിടെ നിന്ന് അങ്ങോട്ട് പഠിക്കാൻ നല്ല രസമാണ്. ഓക്കെ, കുറേ ഡയഗ്രാംസ് ഉണ്ട്, നല്ല ഭംഗിയുള്ള ഡയഗ്രാംസ് ഉണ്ട്. അതിൻ്റെ ഷേപ്സ് നോക്കിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഏരിയ അല്ല. അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്താൽ മതി? എൻ്റെ കൂടെ തന്നെ മൂവ് ഓൺ ചെയ്യുക, സ്ക്രിപ്റ്റ് ചെയ്യുക, ഒരു പെന്നും പേപ്പറും എടുത്തിട്ട് നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. ക്ലിയർ ആണല്ലോ മക്കളെ? സോ ദ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. Electron microscopic studies of eukaryotic cells reveal the presence of a network or reticulum of tiny tubular structures scattered in the cytoplasm, and that is called the endoplasmic reticulum. This is the first question for you. Okay, endoplasmic reticulum, അതുപോലെ തന്നെ മൈറ്റോകോൺട്രിയ, സൈറ്റോസ്കെലിറ്റൽ എലമെന്റ്സ്, ഇവരുടെയൊക്കെ ഡെഫിനിഷൻസ് വെച്ചിട്ടാണ് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്ന് വരാറ്. നമ്മൾക്ക് ആ കൺഫ്യൂഷൻ ആയി പോകും. ഇതിൽ ഏതാണ് സൈറ്റോസ്കെലിറ്റൽ എലമെന്റ്സിൻ്റെത്, ഏതാണ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൻ്റെത്, ഏതാണ് ഗോൾജി കോംപ്ലക്സ്, മൈറ്റോകോൺട്രിയ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യും? ഡൗട്ടായി പോകും. അതുകൊണ്ടാണ് പറയുന്നത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൽ നിങ്ങൾ ആദ്യം പഠിക്കുന്നത് അതിൻ്റെ ഡെഫിനിഷൻ തന്നെയാണ് മക്കളെ. എന്താണ്? ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ഓർ റെട്ടിക്കുലം ഓഫ് ടൈനി ട്യൂബുലാർ സ്ട്രക്ചേഴ്സ്. ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ഓർ റെട്ടിക്കുലം ഓഫ് ടൈനി ട്യൂബുലാർ സ്ട്രക്ചേഴ്സ്. മക്കളെ എവിടെയാണ് ഇത് കാണുന്നത്? ഇൻ ദ സൈറ്റോപ്ലാസം. ഇറ്റ് ഈസ് സ്കാറ്റേർഡ് ഇൻ ദ സൈറ്റോപ്ലാസം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈനി ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് ആണ്. എങ്ങനത്തെയാണ്? നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് എന്താണ് മക്കളെ? ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ റെട്ടിക്കുലം. ഓർത്ത് വെക്കുക, നെറ്റ്വർക്ക് ഓർ റെട്ടിക്കുലം, ടൈനി ട്യൂബുലാർ സ്ട്രക്ചേഴ്സ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ മക്കളെ? ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്ന് പറയുന്നത്. സോ ഈ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിനെ തന്നെ നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ഉണ്ട്, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ഉണ്ട്. എന്താണ് റഫ്, എന്താണ് സ്മൂത്ത്? ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ക്ലിയർ ആണല്ലോ മക്കളെ? സോ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം
ഡിവൈഡ്സ് ദ ഇൻട്രാസെല്ലുലാർ സ്പേസ്. അതിൻ്റെ മുന്നേ ആയിട്ട് ഇവരുടെ സ്പേസ് ഡിവിഷനാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, റഫ് RERലോട്ടും അതുപോലെ തന്നെ SCRലോട്ടും കിടക്കാം. ഓക്കെ, സോ ഈ ഒരു എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം അവരുടെ ഇൻട്രാസെല്ലുലാർ സ്പേസിനെ വീണ്ടും രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ ലൂമിനൽ സ്പേസ്, ദാറ്റ് ഈസ് ദ ലൂമിനൽ കമ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ലൂമിനൽ സ്പേസ്. എന്താണ് മക്കളെ ലൂമിനൽ എന്ന് പറയുന്നത്? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിന്റെ അകത്ത് കാണുന്ന കമ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ ലൂമിനൽ സ്പേസ് അല്ലെങ്കിൽ ലൂമിനൽ കമ്പാർട്ട്മെന്റ് എന്ന് വിളിക്കുന്നത്. ഇനി പുറത്ത് ലൈക്ക് സൈറ്റോപ്ലാസത്തിൽ, പുറത്തുനിന്ന് ഉദ്ദേശിക്കുന്നത് സൈറ്റോപ്ലാസത്തിൽ, മനസ്സിലായല്ലോ. സൈറ്റോപ്ലാസത്തിൽ കാണുന്നതിനെ നമ്മൾ എക്സ്ട്രാ ലൂമിനൽ എന്നാണ് പറയുന്നത്. എക്സ്ട്രാ ലൂമിനൽ കമ്പാർട്ട്മെന്റ് എന്നാണ് പറയുന്നത്. രണ്ട് കമ്പാർട്ട്മെന്റ്സ് ആക്കിയിട്ട് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിന്റെ ഇൻട്രാസെല്ലുലാർ സ്പേസ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് ലൂമിനൽ, സെക്കൻഡ് വൺ ആണ് എക്സ്ട്രാ ലൂമിനൽ എന്ന് പറയുന്നത്. സോ ഇൻസൈഡ് ദ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ആണെന്നുണ്ടെങ്കിൽ ലൂമിനലും, അതുപോലെ തന്നെ ലൈക്ക് ഔട്ട്സൈഡ് എന്ന് പറയാൻ പറ്റില്ല, പകരം നമ്മൾ പറയുന്നത് സൈറ്റോപ്ലാസം എന്നാണ്. സൈറ്റോപ്ലാസത്തിലാണെന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രാ ലൂമിനലുമാണ്. ക്ലിയർ ആണോ മക്കളെ? സൈറ്റോപ്ലാസത്തിലാണെങ്കിൽ അത് ഏതാണ്? എക്സ്ട്രാ ലൂമിനലുമാണ്. ഓക്കെ, ദെൻ അതാണ് നമ്മുടെ കമ്പാർട്ട്മെന്റലൈസേഷൻ ഓഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് മാറിപ്പോവും ലൂമിനലും എക്സ്ട്രാ ലൂമിനലും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ലൂമിനൽ ഇൻസൈഡ്, ഇൻസൈഡ് ചെറിയ വാക്കല്ലേ, ചെറിയ വാക്കനാണ് ലൂമിനലും. ഇനി എന്താണ് സൈറ്റോപ്ലാസം? കുറച്ചും കൂടെ വലിയ വാക്കല്ലേ, ഇൻസൈഡിനെ ബേസ് ചെയ്തിട്ട് കുറച്ചും കൂടെ വലിയ വാക്കാണ് സൈറ്റോപ്ലാസം. അത് എക്സ്ട്രാ ലൂമിനൽ, എക്സ്ട്രാ അവിടെ ഫിറ്റിങ്ങും കൂടെ വരുന്നുണ്ട്, അങ്ങനെ ഓർത്ത് വയ്ക്കാം. ക്ലിയർ ആണല്ലോ. സോ ദ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ഓഫൻ ഷോസ് റൈബോസോംസ് അറ്റാച്ച്ഡ് ടു ദെയർ ഔട്ടർ സർഫസ്. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിന്റെ ഔട്ടർ സർഫസിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും മക്കളെ? ഇതുപോലുള്ള റൈബോസോംസ് കാണാൻ പറ്റും. സി, ഇതൊക്കെ റൈബോസോംസ് ആണ്. ക്ലിയർ ആണോ? സോ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിന്റെ ഔട്ടർ സൈഡിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും? ദാറ്റ് ഈസ് റൈബോസോംസിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. സി, ഇങ്ങനെ റൈബോസോംസ് പ്രസന്റ് ആയിട്ടുള്ള എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിനെ വിളിക്കുന്ന പേരാണ് മക്കളെ റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. ഞാൻ പറഞ്ഞു രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും, റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, അതുപോലെ തന്നെ എന്താണ് SER, ദാറ്റ് ഈസ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. ഇവരുടെ ഫംഗ്ഷൻസും ഡിഫറെൻ്റ് ആണ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ റൈബോസോംസ് പ്രസന്റ് ആയിട്ടുള്ള എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിനെ വിളിക്കുന്ന പേരെന്താണ്? ദാറ്റ് ഈസ് റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. ക്ലിയർ ആണല്ലോ. ഇനി റൈബോസോംസ് ആബ്സെന്റ് ആണെന്നുണ്ടെങ്കിൽ ദേ ബിക്കം സ്മൂത്ത് ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. അതിൻ്റെ പിക്ചറാണ് മക്കളെ, സോറി. ഓക്കെ, സി, ദിസ് ഈസ് എ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. കണ്ടോ, ഇവിടെ എന്തില്ല, നമുക്ക് റൈബോസോംസിൽ ഔട്ടർ സർഫസിൽ റൈബോസോംസ് കാണുന്നില്ല. അറ്റ് ദ സെയിം ടൈം ഇവിടെ എന്തുണ്ട്, ഔട്ടർ സർഫസിൽ റൈബോസോം പ്രസൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവരെന്താണ്, റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലമാണ്. അതേപോലെ ഇതെന്ന് പറയുന്നത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലമാണ്. ക്ലിയർ ആണല്ലോ. ഇപ്പോൾ രണ്ട് ഡിവിഷൻസ് നമ്മൾ കഴിഞ്ഞു. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിന് നമുക്ക് കമ്പാർട്ട്മെന്റലൈസേഷൻ നടത്തി, ലൂമിനലും എക്സ്ട്രാ ലൂമിനലും. അതുപോലെ തന്നെ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിന് ബേസ്ഡ് ഓൺ ദി പ്രസൻസ് ഓഫ് റൈബോസോം ഓർ നോട്ട്, ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ദാറ്റ് ഈസ് RER, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ദാറ്റ് ഈസ് SER. ഇങ്ങനെ രണ്ടായിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ മക്കളെ? ക്ലിയർ ആണല്ലോ. ഇനി നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഈ പറഞ്ഞ റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൻ്റെയും സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൻ്റെയും ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടിൻ്റെയും ഫംഗ്ഷൻ ഡിഫറെൻ്റ് ആണ്. സി, റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൽ റൈബോസോം ഉണ്ടെന്ന് പറഞ്ഞു മക്കളെ. ഈ റൈബോസോം പഠിച്ച സമയത്ത് റൈബോസോമിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? പ്രോട്ടീൻ സിന്തസിസ് ആണ്, റൈറ്റ്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? റൈബോസോമിൻ്റെ ഫംഗ്ഷൻ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പ്രോട്ടീൻ സിന്തസിസ്. സോ ഇറ്റ് ഈസ് ഫ്രീക്വൻറ്റ്ലി ഒബ്സർവ്ഡ് ഇൻ ദ സെൽസ് ആക്റ്റീവ്ലി ഇൻവോൾവ്ഡ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്. അത് തന്നെ ഇവിടെയും പറയുന്നത്, നമ്മൾ പഠിച്ചതല്ലേ? ക്ലിയർ അല്ലേ? ആൻഡ് ഓൾസോ സെക്രീഷൻ. ദേ ആർ എക്സ്റ്റെൻസീവ് ആൻഡ് കണ്ടിന്യൂസ് വിത്ത് ദ ഔട്ടർ മെംബ്രെയിൻ ഓഫ് ദി ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ ഔട്ടർ മെംബ്രെയിനുമായിട്ട് എക്സ്റ്റെൻസീവ് ആണ്, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ മക്കളെ? സോ ഇതാണ് റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്ന് പറയുന്നത്. റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിന് റൈബോസോംസ് പ്രസന്റ് ആയിരിക്കും. ആൻഡ് ഈ റൈബോസോംസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് ആൻഡ് സെക്രീഷൻ ആണ്. സോ അത് അവരിവിടെയും ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തൊരു കാര്യം, ഇവർ കണ്ടിന്യൂസ് ആണ്. എവിടെ? നമ്മളുടെ ഔട്ടർ സർഫസ്, ന്യൂക്ലിയസിൻ്റെ ഔട്ടർ മെംബ്രെയിനുമായിട്ട് കണ്ടിന്യൂസ് ആണ്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തൊരു ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു, റൈബോസോമിൻ്റെ ആബ്സെൻസിലുള്ളത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാകും, ഇവിടെ റൈബോസോം ആബ്സെൻ്റ് ആണ്. അപ്പോൾ എന്തായാലും പ്രോട്ടീൻ സിന്തസിസ് ഇവരുടെ ഫംഗ്ഷൻ അല്ല. പകരം ഇവരെന്താണ് മക്കളെ സിന്തസിസ് നടത്തുന്നത്? ലിപ്പിഡ്സ് ആണ്. സോ ദ മേജർ സൈറ്റ് ഫോർ സിന്തസിസ് ഓഫ് ലിപ്പിഡ്, ദാറ്റ് ഈസ് SER, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലമാണ് ദ മേജർ ഏരിയ ഫോർ ദ സിന്തസിസ് ഓഫ് ലിപ്പിഡ് എന്ന് പറയുന്നത്.
ക്ലിയർ ആണോ മക്കളെ? സോ ഇൻ ആനിമൽ സെൽസ് ലിപ്പിഡ് ലൈക്ക് സ്റ്റിറോയിഡൽ ഹോർമോൺസ് ആർ സിന്തസൈസ്ഡ് ഇൻ SER. ആനിമൽ സെൽസിൽ ലിപ്പിഡ് ലൈക്ക് സ്റ്റിറോയിഡൽ ഹോർമോൺസ് എവിടെ സിന്തസൈസ് ചെയ്യുന്നുണ്ട്? SERൽ സിന്തസൈസ് ചെയ്യുന്നുണ്ട്. SERൽ എന്ത് സിന്തസൈസ് ചെയ്യുന്നുണ്ട്? ഹോർമോൺസ് സിന്തസൈസ് ചെയ്യുന്നുണ്ട്. ഏത് ടൈപ്പ്? സ്റ്റിറോയിഡൽ ഹോർമോൺസ്. സ്റ്റിറോയിഡൽ ലിപ്പിഡ് ലൈക്ക് ഹോർമോൺസ് ആനിമൽസിൽ സിന്തസൈസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ മക്കളെ? ഓക്കെ ആണല്ലോ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫസ്റ്റ് എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തിലെ ഓർഗൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ദാറ്റ് ഈസ് എന്തായിരുന്നു ഫസ്റ്റ് ഓർഗനലിൻ്റെ പേരെന്താണ്? ദാറ്റ് ഈസ് ദ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. 4 ആൾക്കാരല്ലേ നമുക്ക് പഠിക്കാനുള്ളത് എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തിൽ. ദാറ്റ് ഈസ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ഗോൾജി അപ്പാരറ്റസ്, വാക്യൂൾസ്, അതുപോലെ തന്നെ പിന്നെന്തായിരുന്നു മക്കളെ? ലൈസോസോം. അതിൽ നമ്മളിപ്പോൾ എന്ത് തീർന്നു? എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തിലെ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നൗ വി ആർ മൂവിങ് ടു ദ സെക്കൻഡ് വൺ, ദാറ്റ് ഇസ് ദ ഗോൾജി അപ്പാരറ്റസ്. എന്താണ് ഗോൾജി അപ്പാരറ്റസ്? സി ഇവിടെ സയൻറ്റിസ്റ്റിൻ്റെ പേര് പഠിക്കാനുണ്ട്, ഇയർ പഠിക്കാനുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ആണല്ലോ മക്കളെ? ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ അതിൻ്റെ സൈസും നമുക്ക് പഠിക്കാനുണ്ട്. ക്ലിയർ? സോ കാമിലോ ഗോൾജി എന്താണ്? കാമിലോ ഗോൾജി ഇൻ 1898. In 1898, that is the first question. കാമിലോ ഗോൾജി എന്തായാലും ഇയാളുടെ പേര് നമ്മൾ മറക്കത്തില്ല, കാരണം നമ്മുടെ ഇതിൻ്റെ അതായത് നമ്മൾ പഠിക്കുന്ന എൻഡോമെംബ്രെയിൻ ഓർഗനലിൻ്റെ പേരെന്താണ്? ദാറ്റ് ഇസ് ഗോൾജി അപ്പാരറ്റസ് എന്നാണ്. സോ കാമിലോ ഗോൾജി എന്നുള്ളത് നമ്മൾ എന്തായാലും മറക്കത്തില്ല, പകരം ആ ഡേറ്റ് നമ്മൾ മറന്നു പോകും. ദാറ്റ് ഈസ് 1898. എന്താണ് 1898? ഫസ്റ്റ് ഒബ്സർവ്ഡ് ഡെൻസ്ലി സ്റ്റെയിൻഡ് റെട്ടിക്കുലാർ സ്ട്രക്ചേഴ്സ്. എന്താണ്? ആരാണ് ഫസ്റ്റ് ഒബ്സർവ് ചെയ്തത്? കാമിലോ ഗോൾജിയാണ്. എന്താ മക്കളെ ഒബ്സർവ് ചെയ്തിട്ടുള്ളത്? ഡെൻസ്ലി സ്റ്റെയിൻഡ് സ്ട്രക്ചേഴ്സിനെ ഒബ്സർവ് ചെയ്തു. ന്യൂക്ലിയസിൻ്റെ അടുത്തായിട്ട് ഡെൻസ്ലി സ്റ്റെയിൻഡ് ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ റെട്ടിക്കുലർ സ്ട്രക്ചേഴ്സിനെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിന് പിന്നീട് ഇയാൾ എന്ത് പേരിട്ടു? ഗോൾജി ബോഡീസ് എന്ന് പേരിട്ടു. ഓക്കെ, ഇയാൾക്ക് ശേഷം ലൈക്ക് ആഫ്റ്റർ ഹിസ് ഇയേഴ്സ് ഇവരെ എന്ത് പേരിട്ടു? ഇതിന് ഗോൾജി ബോഡീസ് എന്ന് പേര് കൊടുത്തു. ക്ലിയർ ആണല്ലോ? കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒബ്സർവ് ചെയ്ത ആളാരായിരുന്നു? കാമിലോ ഗോൾജി ആയിരുന്നു. 1898 സ്റ്റെയിൻഡ് റെട്ടിക്കുലാർ സ്ട്രക്ചേഴ്സിന് ന്യൂക്ലിയസിൻ്റെ അടുത്ത് കണ്ടെത്തിയത് ഈ പറയുന്ന കാമിലോ ഗോൾജി ആയിരുന്നു. സോ അദ്ദേഹത്തിന് ശേഷം അതിന് ബാക്കിയുള്ളവരിട്ട പേരാണ് ഗോൾജി ബോഡീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ ദി കൺസിസ്റ്റ് ഓഫ് മെനി ഫ്ലാറ്റ് ഡിസ്ക് ഷേപ്ഡ് സാക്സ് ഓർ സിസ്റ്റർനെ ദാറ്റ് ഈസ് ഓഫ് 0.5 മൈക്രോമീറ്റർ ടു 1 മൈക്രോമീറ്റർ ഇൻ ഡയമീറ്റർ. ഇവരുടെ സിസ്റ്ററിനെ ഉണ്ട്. ലൈക്ക് ഇതിൽ എന്ത് പ്രസൻ്റ് ആണ് മക്കളെ? ഫ്ലാറ്റ് ഡിസ്ക് ഷേപ്ഡ് സാക്സ് പ്രസൻ്റ് ആണ്. നിങ്ങൾക്കിത് നോക്കിയാൽ മനസ്സിലാകും. ഇതാണ് സിസ്റ്റേൺ എന്ന് പറയുന്നത്. ഡിസ്ക് ഷേപ്ഡ് ഫ്ലാറ്റ് എന്ത് പ്രസൻ്റ് ആണ്? സ്ട്രക്ചർ പ്രസൻ്റ് ആണ്. അതാണ് സിസ്റ്റേൺ. അതിൻ്റെ ഡയമീറ്റർ ആണ് മക്കളെ പറയുന്നത്. ദാറ്റ് ഈസ് 0.5 മൈക്രോമീറ്റർ ടു 1 മൈക്രോമീറ്റർ. 0.5 മൈക്രോമീറ്റർ ടു 1 മൈക്രോമീറ്റർ ഡയമീറ്റർ. ക്ലിയർ ആണോ? സോ ദീസ് ആർ സ്റ്റാക്ക്ഡ് പാരലൽ ടു ഈച്ച് അതർ. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാകും ഇവരെങ്ങനെയാണ് മക്കളെ വെച്ചേക്കുന്നത്? പാരലൽ ആയിട്ടല്ലേ ഇവരെ സ്റ്റാക്ക് ചെയ്തിട്ടുള്ളത്? എങ്ങനെയാണ്? സി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ദാറ്റ് ഈസ് ഇതുപോലെ പാരലൽ ആയിട്ടല്ലേ മക്കളെ വെച്ചിട്ടുള്ളത്? കാണുന്നില്ലേ നിങ്ങൾ? So they are stacked parallel to each other. Varied number of cisternae are present in Golgi complex. See, എല്ലാവരുടെ ഗോൾജി കോംപ്ലക്സിലും ഇത്ര എണ്ണം സിസ്റ്ററിനെ തന്നെ ഉണ്ടാവുന്ന ഉറപ്പൊന്നുമില്ല. ഓരോന്നിലും മാറിക്കൊണ്ടിരിക്കാം. ക്ലിയർ ആണോ? ഓരോന്നിലും ഗോൾജി കോംപ്ലക്സിൽ മാറിക്കൊണ്ടിരിക്കും നമ്പർ. So the Golgi cisternae are concentrically arranged near the nucleus with distinct convexes and the forming phase. See, convex cisന്റെ മറ്റൊരു പേരാണ് മക്കളെ കോൺവെക്സ് സിസിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? ദാറ്റ് ഈസ് സി ഫോമിംഗ് ഫേസ്. കാണുന്നില്ലേ നിങ്ങൾ? കോൺവെക്സ് സിസിൻ്റെ മറ്റൊരു പേരാണ് ഫോമിംഗ് ഫേസ്. ക്ലിയർ ആണോ? ഞാനിവിടെ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ ഫോമിംഗ് ഫേസ്. അതായത് ന്യൂക്ലിയസിൻ്റെ അടുത്തായിട്ട് കോൺസെൻട്രിക്കലി അറേഞ്ച് ചെയ്തിട്ടുള്ള ഗോൾജി സിസ്റ്ററിനെ ഉണ്ട്. സോ അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോൺവെക്സിസ് അല്ലെങ്കിൽ ഫോമിംഗ് ഫേസ്. കോൺവെക്സിസ് അല്ലെങ്കിൽ ഫോമിംഗ് ഫേസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അല്ലെങ്കിൽ മറ്റൊരാളും കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് കോൺകേവ് ട്രാൻസ് ഓർ ദ മെച്യൂറിംഗ് ഫേസ്. മനസ്സിലായോ? കോൺകേവ് ട്രാൻസ് ആൻഡ് ദ മെച്യൂറിംഗ് ഫേസ്. സോ കോൺകേവ് ട്രാൻസ് അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മക്കളെ മെച്യൂറിംഗ് ഫേസ് എന്ന് പറയുന്നത്. സോ ദ സിസ് ആൻഡ് ട്രാൻസ് ഫേസസ് ഓഫ് ദി ഓർഗനലെ ആർ എൻറ്റയർലി ഡിഫറെൻറ്റ്. ഒരു ഓർഗനലിലെ സിസ് ഫേസും ട്രാൻസ് ഫേസും എന്താണ് മക്കളെ? എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. രണ്ടും ഒരുപോലെയാണോ കാണാൻ? അല്ല. സിസ് ഫേസും ട്രാൻസ്ഫേഴ്സും എൻറ്റയർലി ഡിഫറെൻ്റ്. അല്ലെങ്കിൽ ഫോമിംഗ് ഫേസും മെച്യൂറിംഗ് ഫേസും ഒരു സിസ്റ്ററിനയുടെ എൻറ്റയർലി എന്താണ് മക്കളെ? ഡിഫറെൻ്റ് ആണ്. പക്ഷേ അവർ തമ്മിലൊരു ഇൻ്റർ കണക്ഷൻ ഉണ്ട്.
അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ലൈന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ദാറ്റ് ഈസ് ദ സിസ് ആൻഡ് ട്രാൻസ് ഫേസസ് ഓഫ് ദ ഓർഗനൽ ആർ എൻറ്റയർലി ഡിഫറെൻറ്റ് ബട്ട് ഇൻ്റർ കണക്റ്റഡ്. പക്ഷെ അവരെന്താണ്? ദാറ്റ് ഈസ് ഇൻ്റർ കണക്റ്റഡ് ആണ്. അവരെന്താണ് മക്കളെ? ഇൻ്റർ കണക്റ്റഡ് ആണ്. ക്ലിയർ ആയോ? സോ ഗോൾജി അപ്പാരറ്റസിൻ്റെ സിംഗിൾ യൂണിറ്റ്സ് ആണ് സിസ്റ്ററിനെ നമ്മൾ പറഞ്ഞു. ഈ സിസ്റ്ററിനേക്ക് തന്നെ ഓരോന്നിലും ഓരോ വേരി ചെയ്യും. നമ്പേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? വേരി ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. സൈസ് നമ്മൾ ഇൻ ഡയമീറ്റർ പറഞ്ഞു 0.5 മൈക്രോമീറ്റർ ടു 1 മൈക്രോമീറ്റർ. നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? അത് കഴിഞ്ഞിട്ട് ന്യൂക്ലിയസിൻ്റെ അടുത്തായിട്ട് അറേഞ്ച് ചെയ്തത് പറഞ്ഞു. കോൺവെക്സിസും കോൺകേവ് ട്രാൻസ് അല്ലെങ്കിൽ ഫോമിങ് അല്ലെങ്കിൽ മെച്ചുവറിങ് ഫേസ്, ഇതൊക്കെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞതാണ്. ക്ലിയർ ആണല്ലോ? സോ ഇവരുടെ മെയിൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണ്? നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? സിസും ട്രാൻസും ഓർഗനലുടേത് ഡിഫറെൻറ്റ് രീതിക്കാണെങ്കിൽ കൂടി ഇവർ തമ്മിൽ എന്തുണ്ട്? ഇവരുടെ ഫങ്ഷൻസ് തമ്മിൽ ദേ ആർ ഇൻ്റർ കണക്റ്റഡ്. ഇവരെന്താണ് മക്കളെ? ഇൻ്റർ കണക്റ്റഡ് ആണ്. ക്ലിയർ ആണോ? So, the Golgi apparatus principally performs the function of packaging materials. ഇനി നമ്മൾ പറയുന്നത് ഗോൾജി അപ്പാരറ്റസിൻ്റെ ഫംഗ്ഷൻ ആണ്. സി ഗോൾജി അപ്പാരറ്റസിൻ്റെ ഫംഗ്ഷൻ എന്താണ് മക്കളെ? ദാറ്റ് ഈസ് packaging of materials to be delivered either to the intracellular targets or secreted outside the cells. Intracellular targetsലോട്ടോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ സെൽ സെക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഇവരെ മെറ്റീരിയൽസിനെ പാക്ക് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? ഗോൾജി അപ്പാരറ്റസിൻ്റെ ഫംഗ്ഷൻ. ഈ നമ്മൾ പാക്ക് ചെയ്യുന്ന പാക്കിംഗ് അല്ല, സി അവരുടേതായിട്ടുള്ള കൈൻഡ് ഓഫ് പ്രിപ്പറേഷൻസ് ഉണ്ടാകും. അതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ മക്കളെ എന്താണെന്നുള്ളത്? സോ ദ ഗോൾജി അപ്പാരറ്റസ് പ്രിൻസിപ്പലി പെർഫോംസ് ദ ഫംഗ്ഷൻ ഓഫ് പാക്കിംഗ് മെറ്റീരിയൽസ് ടു ബി delivered either to the intracellular targets or secreted outside the cell. Clear ആണോ? ഓക്കെ അല്ലേ മക്കളെ? സോ മെറ്റീരിയൽസ് ടു ബി പാക്കേജ്ഡ് ഇൻ ദ ഫോം ഓഫ് വെസിക്കിൾസ് ഫ്രം ദ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഫ്യൂസ് വിത്ത് ദ സിസ് ഫേസ് ഓഫ് ഗോൾജി അപ്പാരറ്റസ്. വെസിക്കിൾസ് ഫോമിൽ പാക്കേജ് ചെയ്യേണ്ട മെറ്റീരിയൽസ് ആരുമായിട്ട് ഇൻ്റർ കണക്റ്റഡ് ആവും? ആരുമായിട്ട് ഫ്യൂസ് ചെയ്യും? സിസ് ഫേസുമായിട്ട് ഫ്യൂസ് ചെയ്യും. സിസ്റ്ററിനയുടെ സിസ് ഫേസ് അല്ലെങ്കിൽ ആരുമായിട്ട്? ഫോമിംഗ് ഫേസുമായിട്ട്. മനസ്സിലായോ? സിസ് ഫേസ് അല്ലെങ്കിൽ ഫോമിംഗ് ഫേസുമായിട്ട് എന്ത് ചെയ്യും മക്കളെ? ഫ്യൂസ് ചെയ്യും. ഓർത്ത് വയ്ക്കുക. എന്തുകൊണ്ട് ഇവർ എൻഡോ മെംബ്രെയിൻ സിസ്റ്റം എന്ന് പറഞ്ഞു? ഇൻ്റർ കണക്റ്റഡ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സി മേലെ പറഞ്ഞ ആളുമായിട്ട് ഇത് ഇൻ്റർ കണക്റ്റഡ് അല്ലേ? കാരണം എന്താ? ഗോൾജി അപ്പാരറ്റസിൻ്റെ ലൈക്ക് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആരുമായിട്ട് ഫ്യൂസ് ചെയ്യണം? ഈ ഗോൾജി അപ്പാരറ്റസിൻ്റെ സിസ് ഫേസുമായിട്ട് ഫ്യൂസ് ചെയ്യണം. ദാറ്റ് മീൻസ് ദേ ആർ ഇൻ്റർ കണക്റ്റഡ്. അതുകൊണ്ടാണ് ഇവരെല്ലാവരും കൂടെ എന്തിൽ കൂട്ടിയത്? എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തിൽ അടങ്ങിയത്. ക്ലിയർ ആണല്ലോ മക്കളെ? സോ ആൻഡ് മൂവ് ടുവേർഡ്സ് എ മെച്ചുവറിങ് ഫേസ്. എന്നിട്ട് ഇവർ മെച്ചുവറിങ് ഫേസിലോട്ട് വരികയാണ് ചെയ്യുന്നത്. സിസ് ഫേസ് അല്ലെങ്കിൽ ഫോമിംഗ് ഫേസ് എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തിലെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമായിട്ട് ഫ്യൂസ് ആകുന്നു. എന്നിട്ട് ഇവരെങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്? മെച്ചുവറിങ് ഫേസിലോട്ട് വരികയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? സോ ദിസ് എക്സ്പ്ലെയിൻസ് വൈ ദ ഗോൾജി അപ്പാരറ്റസ് റിമെയിൻ ഇൻ ക്ലോസ് അസോസിയേഷൻ വിത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇതുകൊണ്ടാണ് മക്കളെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും ഗോൾജി അപ്പാരറ്റസും എപ്പോഴും ഇങ്ങനെ ഭയങ്കര എന്താ പറയുക ക്ലോസ്ലി അസോസിയേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്, ഭയങ്കര അടുത്തടുത്ത് നിൽക്കുന്നത്. എന്ത് കാരണമാണ്? അവർക്കിടയിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അവിടെ എന്താണ് ഫ്രണ്ട്ഷിപ്പ്? ഈ ഒരു ഇൻ്റർ കണക്ഷൻ ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ മക്കളെ? സോ എ നമ്പർ ഓഫ് പ്രോട്ടീൻസ് സിന്തസൈസ്ഡ് ബൈ റൈബോസോംസ് ഓഫ് ദി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആർ മോഡിഫൈഡ് ഇൻ ദ സിസ്റ്റർനെ ഓഫ് ഗോൾജി അപ്പാരറ്റസ്. ക്ലിയർ ആണോ? എ നമ്പർ ഓഫ് പ്രോട്ടീൻസ് സിന്തസൈസ്ഡ് ബൈ റൈബോസോംസ്. റൈബോസോമിൻ്റെ ഫംഗ്ഷൻ പ്രോട്ടീൻ സിന്തസിസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ തന്നെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ റൈബോസോംസ് പ്രസൻ്റ് ആണ്. സോ അതിനെ മോഡിഫൈ ചെയ്യുകയാണ്. എന്തിലോട്ട്? എവിടെയാണ് മോഡിഫൈ ചെയ്യുന്ന മക്കളെ? ഗോൾജി അപ്പാരറ്റസിൽ എന്ത് ചെയ്യും? മോഡിഫൈ ചെയ്യും. അതായത് ഈ പറയുന്ന ട്രാൻസ് ഫേസ് ഉണ്ടല്ലോ അല്ലെങ്കിൽ മെച്ചുവർ ഫേസ്, അവിടെ നിന്നാണല്ലോ പുറത്തോട്ട് റിലീസ് ചെയ്യുക. ഈ റിലീസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവരെന്ത് ചെയ്യും? മോഡിഫൈ ചെയ്യും. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ? സോ ഗോൾജി അപ്പാരറ്റസ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് സൈറ്റ് ഫോർ ഫോർമേഷൻ ഓഫ് ഗ്ലൈക്കോപ്രോട്ടീൻസ് ആൻഡ് ഗ്ലൈക്കോലിപ്പിഡ്സ്. ഗ്ലൈക്കോപ്രോട്ടീൻസും ഗ്ലൈക്കോലിപ്പിഡ്സും ഫോം ചെയ്യാനുള്ള ഇമ്പോർട്ടൻറ്റ് സൈറ്റ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ദാറ്റ് ഈസ് ഗോൾജി അപ്പാരറ്റസ്. എന്താണ്? ഗോൾജി അപ്പാരറ്റസ് ആണ്. ക്ലിയർ ആയോ? ക്ലിയർ ആണോ മക്കളെ? ക്ലാരിറ്റി വന്നോ ഞാൻ പറയുന്ന കാര്യത്തിൽ? ഓക്കെ ആണല്ലോ? ട്രാൻസ് ഫേസിൽ നിന്ന് പുറത്തോട്ട് വിടുന്നതിന് മുന്നേ തന്നെ അവിടെ മോഡിഫിക്കേഷൻസ് നടക്കുകയാണ് ചെയ്യുന്നത്. അത് ഓർത്ത് വെക്കണം. ക്ലിയർ? ഓക്കെ ആണല്ലോ മക്കളെ? സോ ഇതോടുകൂടെ നമ്മളുടെ സെക്കൻഡ് ഓർഗനലും തീർന്നിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ദ ഗോൾജി അപ്പാരറ്റസ്. ഇനി നമുക്ക് എത്ര ഓർഗനൽസ് ബാക്കിയുണ്ട് എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തിൽ? എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തിൽ മൊത്തം 4 പേരായിരുന്നു. ഏതൊക്കെയായിരുന്നു? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം,
ഗോൾജി അപ്പാരറ്റസ്, ലൈസോസോം, വാക്യൂൾ. അതിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, അതുപോലെ തന്നെ ഗോൾജി അപ്പാരറ്റസും കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ ഡയഗ്രാംസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കണം. ആദ്യം നമ്മൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ഡയഗ്രാം നോക്കുകയാണ്. ഇതിൽ ഈ റൈബോസോം പ്രസൻറ്റ് ആയിട്ടുള്ളതിനെ നമ്മൾ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നും റൈബോസോം ആബ്സെൻ്റ് ആയിട്ടുള്ളതിനെ നമ്മൾ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നും പറയും. അത് ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതാണ് മക്കളെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്, ഇതാണ് ന്യൂക്ലിയർ പോർ. ക്ലിയർ ആണോ? ഇതാണ് ന്യൂക്ലിയർ പോർ, ഇതാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് ദ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കാരണം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും അവിടെ ആരില്ല, റൈബോസോംസ് ഇല്ല, റൈബോസോംസ് ആബ്സെൻ്റ് ആണ്. ക്ലിയർ ആണല്ലോ? ആൻഡ് ദിസ് വൺ ഇസ് ദ ഗോൾജി അപ്പാരറ്റസ്. ഇവരിങ്ങനെ പാരലലി സ്റ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ മക്കളെ? സോ ഇതാണ് ഇതിൻ്റെ സിസ്റ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, അത് വേരി ചെയ്യാം, അതിൻ്റെ നമ്പർ എന്ത് ചെയ്യാൻ പറ്റും? വേരി ചെയ്യുന്നുണ്ടാവും. സോ അടുത്തയാളാണ് ലൈസോസോം എന്ന് പറയുന്നത്. എന്താണ് ലൈസോസോം? മക്കളെ ലൈസോസോം എന്ന് പറയുന്നത് ഒരു മെംബ്രെയിൻ ബൗണ്ട് വെസിക്കുലാർ സ്ട്രക്ചേഴ്സ് ആണ്. ദേ ആർ ദ മെംബ്രെയിൻ ബൗണ്ട് വെസിക്കുലാർ സ്ട്രക്ചേഴ്സ് ഫോംഡ് ബൈ ദ പ്രോസസ് ഓഫ് പാക്കേജിങ് ഓഫ് ഗോൾജി അപ്പാരറ്റസ്. സി എൻഡോ മെംബ്രെയിന് ഈ ഗോൾജി അപ്പാരറ്റസിൻ്റെ സ്പേസുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് അവർക്കിടയിൽ ഒരു ഇൻ്റർ കണക്ഷൻ ഉണ്ട്. ഇനി ഗോൾജി അപ്പാരറ്റസ് ആരുമായിട്ട് ഇൻ്റർ കണക്ഷൻ ഉണ്ട്? ലൈസോസോമുമായിട്ട് ഇൻ്റർ കണക്ഷൻ ഉണ്ട്. ക്ലിയർ ആണല്ലോ? സോ these are the membrane bound vesicular structures formed by the process of packaging of Golgi apparatus. Golgi apparatus ന്റെ പാക്കേജിംഗ് പ്രോസസ്സിൻ്റെ ബേസ്ഡ് ആയിട്ട് ഒരു വെസിക്കുലർ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ ഫോം ചെയ്യണം. അതാണ് ലൈസോസോം എന്ന് പറയുന്നത്. ആൻഡ് ദ ഐസൊലേറ്റഡ് ലൈസോസോമൽ വെസിക്കിൾസ് ഹാവ് ബീൻ ഫൗണ്ട് ടു ബി വെരി റിച്ച് ഇൻ ഓൾമോസ്റ്റ് ഓൾ ടൈപ്സ് ഓഫ് ഹൈഡ്രോലൈറ്റിക് എൻസൈംസ്. ലൈക്ക് ഈ ലൈസോസോമൽ വെസിക്കിൾസ് ഉണ്ടല്ലോ, അത് ഹൈഡ്രോലൈറ്റിക് എൻസൈം സെൽസിലൊക്കെ കാണപ്പെടും. ആൻഡ് അതിൻ്റെ ഒരു എക്സാമ്പിളാണ്, അങ്ങനത്തെ ഒരു ഹൈഡ്രോലൈറ്റിക് എൻസൈമിൻ്റെ ഒരു എക്സാമ്പിളാണ് ഹൈഡ്രോലൈസസ്. എന്താണ് മക്കളെ? ഹൈഡ്രോലൈസസ്. ഹൈഡ്രോലൈസസിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ദാറ്റ് ഈസ് ലിപ്പേസസ്, പ്രോട്ടിയേസസ്, കാർബോഹൈഡ്രേസസ്. ലിപ്പേസസ്, പ്രോട്ടിയേസസ് ആൻഡ് കാർബോഹൈഡ്രേസസ്. ഇതാണ് മക്കളെ ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് എന്ന് പറയുന്നത്. ഹൈഡ്രോലൈറ്റിക് എൻസൈമിൻ്റെ ഒരു എക്സാമ്പിളാണ് ഹൈഡ്രോലൈസസ്. അതിൽ തന്നെ 3 ആൾക്കാരാണ് ഈ പറഞ്ഞ ലിപ്പേസസ്, പ്രോട്ടിയേസസ്, അതുപോലെ തന്നെ കാർബോഹൈഡ്രേസസ് എന്നൊക്കെ പറയുന്നത്. ക്ലിയർ ആണോ? സോ ദീസ് ആർ ഓപ്റ്റിമലി ആക്റ്റീവ് അറ്റ് ദ അസിഡിക് pH. ഈ പറയുന്ന ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് ആക്റ്റീവ് ആവുന്നത് എപ്പോഴാണ്? ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് ആക്റ്റീവ് ആവുന്നത് എപ്പോഴാണ് മക്കളെ? ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് ആക്റ്റീവ് ആവുന്ന pH ആണ് അസിഡിക് pH എന്ന് പറയും. അസിഡിക് pH. ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് ആക്റ്റീവ് ആവുന്ന pH ആണ് മക്കളെ അസിഡിക് pH. ആൻഡ് ഈ എൻസൈംസിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാപ്പബിലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് കാർബോഹൈഡ്രേറ്റിനെയും പ്രോട്ടീൻസിനെയും ലിപ്പിഡ്സിനെയും ന്യൂക്ലിക് ആസിഡ്സിനെയും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആർക്ക്? ഹൈഡ്രോലൈറ്റിക് എൻസൈംസിന്. അത് നിങ്ങൾക്ക് തന്നെ പറഞ്ഞാൽ ചിലപ്പം കത്തും. നമ്മളുടെ സ്റ്റൊമക്കിൽ അല്ലെങ്കിൽ ഇന്നർ പാർട്ടിൽ ഒരുപാട് കൈൻഡ് ഓഫ് ഇപ്പോൾ HCl ലൈക്ക് ആസിഡ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതൊക്കെയാണ് നമ്മൾ കഴിക്കുന്ന ഫുഡിനെയൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. സോ ഇവരുടെയൊക്കെ ഫങ്ഷൻ ഡൈജഷൻ പ്രോസസ്സിൽ സഹായിക്കുക എന്നുള്ളതാണ്. അപ്പം ഇവരുടെ ഈ പറയുന്ന ഹൈഡ്രോലൈറ്റിക് എൻസൈംസിൻ്റെ പ്രത്യേകത, ഹൈഡ്രോലൈസസ് ആയിക്കോട്ടെ, പെക്റ്റിനൈസസ് ആയിക്കോട്ടെ, കാർബോഹൈഡ്രേസസ് ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ പ്രത്യേകത ഇവർക്ക് കാർബോഹൈഡ്രേറ്റ്സിനെയും പ്രോട്ടീൻസിനെയും ലിപ്പിഡ്സിനെയും ന്യൂക്ലിക് ആസിഡ്സിനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? ഡൈജസ്റ്റ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ മക്കളെ? ഇത്രയാണ് നമുക്ക് ലൈസോസോമിനെ പറ്റി പഠിക്കാനുള്ളത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ദാറ്റ് ഈസ് ദ വാക്യൂൾ. വാക്യൂളും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ എൻഡോ മെംബ്രെയിൻ സിസ്റ്റം കംപ്ലീറ്റ് ആവുകയാണ്. സോ വാക്യൂൾ എന്ന് വെച്ചാൽ എന്താണ്? അതും ഒരു മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള ആൾ തന്നെയാണ്. പക്ഷെ അതൊരു സ്പേസ് ആണ് ഫൗണ്ട് ഇൻ ദ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിൽ കാണുന്ന സ്പേസ് ആണ് മക്കളെ, മെംബ്രെയിൻ ബൗണ്ടഡ് സ്പേസ് ആണ് എന്തെന്ന് പറയുന്നത്? വാക്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ വാക്യൂൾ എന്ന് പറയുന്നത് ഒരു മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലിനെയാണ്. അതിൻ്റെ പ്രത്യേകത ഇറ്റ് ഈസ് എ സ്പേസ് ഇൻ ദ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിൽ കാണുന്ന ഒരു സ്പേസ് ആണ് മക്കളെ ഈ പറയുന്ന വാക്യൂൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, വാക്യൂൾ എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ എന്താണെന്നുള്ളത്, സ്പേസ് തന്നെയല്ലേ. സോ ഇറ്റ് കണ്ടെയ്ൻസ്, ഇതിൽ ആരൊക്കെയുണ്ട്? വാക്യൂൾസിൽ ആരൊക്കെ ഉണ്ടാകും മക്കളെ? വാട്ടർ ഉണ്ടാകും, സാപ്പ് ഉണ്ടാകും, എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ഉണ്ടാകും. സി കണ്ടെയ്ൻസ് വാട്ടർ, സാപ്പ്, എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് അതർ മെറ്റീരിയൽസ് നോട്ട് യൂസ്ഫുൾ ഫോർ ദ സെൽ. സെല്ലിന് ആവശ്യമില്ലാത്ത ആളുകളൊക്കെ പോയി കിടക്കുന്ന സ്ഥലമാണ് ഈ വാക്യൂൾ എന്ന് പറയുന്നത്. കാരണം എന്താ? അതൊരു എംപ്റ്റി സ്പേസ് ആണ്. അങ്ങനെ ആവശ്യമില്ലാത്തവരൊക്കെ അവിടെ കൊണ്ട് ഇരുത്താനും പറ്റും. ക്ലിയർ ആണല്ലോ മക്കളെ?
So the vacuole is bound by a single membrane. Vacuole is a single membrane bounded organelle. Single membrane bounded organelle ആണ്. And ഇത് എങ്ങനെയാണ് മക്കളെ ബൗണ്ട് ചെയ്തിട്ടുള്ളത്? Through the tonoplast. Tonoplast വഴിയാണ് ബൗണ്ട് ചെയ്തിട്ടുള്ളത്. In plant cells, the vacuoles can occupy up to 90% of the volume. ഒരു പ്ലാന്റ് സെല്ലിൽ ഒരു സെല്ലിൻ്റെ 90% ആർക്ക് ഒക്യുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? വാക്യൂളിന് ഒക്യുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. 90% ആർക്ക് ഒക്യുപ്പൈ ചെയ്യാൻ വേണ്ടി പറ്റും? വാക്യൂളിന് ഒക്യുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ മക്കളെ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിനി പ്ലാന്റ്സിൻ്റെ കേസ് പറയണം. നമ്മൾ പറഞ്ഞു ഈ ടോണോപ്ലാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു. ലൈക്ക് ഈ ഒരു ഒക്യുപ്പൻസി സിംഗിൾ മെംബ്രെയിൻ ആണ് വാക്യൂൾ എന്ന് പറയുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് ഈ പറയുന്ന വാക്യൂൾ എന്ന് പറയുന്നത് എന്താണ്? സിംഗിൾ മെംബ്രെയിൻ ബൗണ്ടഡ് ഓർഗനല്ലാണ്. ഇതിനെ ബൗണ്ട് ചെയ്തിരിക്കുന്നത് ഒരു സിംഗിൾ മെംബ്രെയിൻ അല്ലേ? സോ അതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി പറയുന്നത് പ്ലാന്റ്സിൻ്റെ കേസിലാണ്. ഇൻ പ്ലാന്റ്സ് ദ ടോണോപ്ലാസ്റ്റ് ഫെസിലിറ്റേറ്റ് ദ ട്രാൻസ്പോർട്ട് ഓഫ് എ നമ്പർ ഓഫ് അയോൺസ് ആൻഡ് അതർ മെറ്റീരിയൽസ് എഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ ഹയർ ടു ലോവർ ആണെങ്കിൽ എഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് എന്ന് പറയുമ്പോൾ ലോവർ ടു ഹയർ ആണ്. സോ ഈ ലോവർ ടു ഹയർ ഈ പറയുന്ന മെറ്റീരിയൽസിൻ്റെയൊക്കെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ആര് യൂസ് ചെയ്യുന്നുണ്ട്? ടോണോപ്ലാസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ മക്കളെ? സോ ഹെൻസ് their concentration is significantly higher in the vacuole than in the cytoplasm. വാക്യൂളിലാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ആൾക്കാരൊക്കെ കാണുന്നത്. എന്തിനെക്കാട്ടിലും വാക്യൂളിന് എവിടെ കാണാം? കൂടുതലും കാണുന്നത് എവിടെ തന്നെയാണ് മക്കളെ? ലൈക്ക് ഈ ഒരു കോൺസെൻട്രേഷൻ കൂടുതലും ഉണ്ടാവുക വാക്യൂളിലായിരിക്കും. എവിടത്തേക്കാട്ടിലും? സൈറ്റോപ്ലാസത്തിനെക്കാട്ടിലും ഇത് കാണുന്നത്, ഈ ഒരു മെറ്റീരിയൽസ് ഒക്കെ കാണുന്നത് വാക്യൂളിലായിരിക്കും. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു, അതൊരു എംപ്റ്റി സ്പേസ് ആണ്. ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടാകും, വന്ന് കിടക്കേണ്ടവർക്കൊക്കെ വന്ന് കിടക്കാം. സോ അൺയൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിലായിരിക്കും ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ? സോ ഇൻ അമീബ, അടുത്ത നമ്മൾ പറയുന്നത് അമീബയിലത്തെ കാര്യമാണ്. അമീബയിൽ നിങ്ങൾ അടിക്കേണ്ട വാക്യൂളാണ് കോൺട്രാക്ടൈൽ വാക്യൂൾ. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് contractile vacuole, which is important for the osmoregulation and excretion. അമീബയിലെ കോൺട്രാക്ടൈൽ വാക്യൂൾ എന്തിനു വേണ്ടിയിട്ടാണ് മക്കളെ? ദാറ്റ് ഈസ് ഓസ്മോറെഗുലേഷനും എക്സ്ക്രീഷനും വേണ്ടിയിട്ടാണ്. ഇനി മറ്റ് സെൽസ് ഉണ്ട്, ലൈക്ക് പ്രോട്ടീൻസത്തൊക്കെ പോലെ ഫുഡ് വാക്യൂൾസ് എന്തിനു വേണ്ടിയിട്ടാണ്? ഫുഡ് പാർട്ടിക്കിൾസിനെ എൻഗൾഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. മക്കളെ ഫുഡ് വാക്യൂൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ തേർഡ് വണ്ണും ഫോർത്ത് വണ്ണും തീർന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, സെക്കൻഡ് വൺ ഇസ് ഗോൾജി അപ്പാരറ്റസ്, ദ തേർഡ് വൺ ഇസ് വാക്യൂൾ ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് ലൈസോസോം. ഇങ്ങനെ 4 പേരുടേതും ഇവിടെ എന്ത് ചെയ്തിട്ട് മക്കളെ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? സോ ഈ 4 പേരാണ് നമ്മുടെ എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തിലുള്ള ആളുകൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി മൂവ് ഓൺ ചെയ്യാൻ പോകുന്നത് ടു ദ മൈറ്റോകോൺട്രിയ. എന്താണ് മൈറ്റോകോൺട്രിയ? സോ മക്കളെ മൈറ്റോകോൺട്രിയ എന്ന് പറയുമ്പം നമ്മൾ വാക്യൂൾ പഠിച്ചപ്പം വാക്യൂൾ എന്ന് പറയുന്നത് ഒരു സിംഗിൾ മെംബ്രെയിൻ ബൗണ്ടഡ് ഓർഗനല്ലേ ആയിരുന്നു. സോ ഹിയർ മൈറ്റോകോൺട്രിയയിലോട്ട് എത്തുമ്പം അതൊരു ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനല്ലേ ആവുന്നുണ്ട്. ക്ലിയർ ആണോ മക്കളെ? ഓർത്ത് വെക്കണം, മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഡബിൾ മെംബ്രെയിൻ ബൗണ്ടഡ് ഓർഗനൽ. ക്ലിയർ ആണോ? ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലിലെയാണ് എന്ത് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് പ്ലൂറലാണ്. അതിൻ്റെ സിംഗുലർ വേർഡാണ് മൈറ്റോകോൺട്രിയോൺ. എന്താണ് മൈറ്റോകോൺട്രിയോൺ എന്ന് പറയുന്നത്? സോ ഇത് സ്പെസിഫിക്കലി സ്റ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് വിസിബിൾ ആവത്തില്ല. ഓക്കെ, ഈ മൈറ്റോകോൺട്രിയനെ നമ്മൾ സ്റ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കിത് മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ നമുക്ക് ക്ലിയർലി വിസിബിൾ ആയിട്ട് കിട്ടത്തില്ല. സോ ദ നമ്പർ ഓഫ് മൈറ്റോകോൺട്രിയ പെർ സെൽ ഈസ് വേരിയബിൾ ഡിപ്പെൻഡിങ് ഓൺ ദ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി ഓഫ് ദ സെൽ. ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ നമ്മൾ സിസ്റ്റേണയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വേരി ചെയ്തുകൊണ്ടിരിക്കും ഓരോന്നിനനുസരിച്ച്. അതുപോലെ തന്നെയാണ് ഇവിടെയും മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് ഓരോ സെല്ലിനും വേരിയബിൾ ആയിരിക്കും. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും മക്കളെ? അവരുടെ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി, ആ ഒരു സെല്ലിൻ്റെ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീനെ ബേസ് ചെയ്തിട്ട് ഓരോ സെല്ലിനുള്ള മൈറ്റോകോൺട്രിയയുടെ എണ്ണം വേരി ചെയ്തുകൊണ്ടിരിക്കും. സോ ഇൻ ടേംസ് ഓഫ് ഷേപ്പ് ആൻഡ് സൈസ് ഓൾസോ കൺസിഡറബിൾ ഡിഗ്രി ഓഫ് വേരിയബിലിറ്റി ഈസ് ഒബ്സർവ്ഡ്. ഷേപ്പും സൈസും ബേസ് ചെയ്തിട്ടും വേരിയബിലിറ്റി നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ typically it is sausage shaped or cylindrical, having diameter of 0.2 to 1 micrometer, average 0.5 micrometer and length that is 1 to 4.1 micrometer. This is very very important.
ലൈക്ക് ഈ സൈസുകളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് വരുന്നത് യൂഷ്വലി എങ്ങനെയാണ്? സോസേജ് ഷേപ്ഡ് അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ ഷേപ്ഡ് ആണ്. സോസേജ് ഷേപ്ഡ് അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ ഷേപ്ഡ് ആണ്. ഹാവിങ് എ ഡയമീറ്റർ ഓഫ് എത്രയാണ്? 0.2 to 1 മൈക്രോമീറ്റർ. 0.2 to 1 മൈക്രോമീറ്റർ. ആൻഡ് ലെങ്ത് എത്രയാണ് മക്കളെ വരുന്നത്? ഇതിൻ്റെ ഡയമീറ്റർ ആണ് പറയുന്നത്. ലെങ്ത് വരുന്നത് എത്രയാണ്? ദാറ്റ് ഈസ് 1 to 4.1 മൈക്രോമീറ്റർ. 1 to 4.1 മൈക്രോമീറ്റർ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട് മക്കളെ? എന്ത് പറഞ്ഞിട്ടുണ്ട്? സൈസ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഓർക്കുന്നില്ലേ നിങ്ങൾ? സിസ്റ്റേണയുടെ സൈസ് എത്രയാണ് പറഞ്ഞാൽ? 0.5 മൈക്രോമീറ്റർ ടു 1 മൈക്രോമീറ്റർ. ഇനി ഇങ്ങോട്ട് മൈറ്റോകോൺട്രിയയിലോട്ട് എത്തിയപ്പം അതിൻ്റെ ഡയമീറ്റർ 0.2 to 1 മൈക്രോമീറ്ററും ലെങ്ത് 1 to 4.1 മൈക്രോമീറ്ററും ആയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? സോ ഈച്ച് മൈറ്റോകോൺട്രിയൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇറ്റ് ഈസ് എ ഡബിൾ മെംബ്രെയിൻ. ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് അതാണ്. ഇറ്റ് ഈസ് എ ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ വിത്ത് ഔട്ടർ മെംബ്രെയിൻ ഉണ്ട് മക്കളെ ഇതിന്. അതുപോലെ തന്നെ ഇന്നർ മെംബ്രെയിൻ ഉണ്ട്. ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ഇന്നർ മെംബ്രെയിൻ ഉണ്ട്. ഡിവൈഡിങ് ഇറ്റ്സ് ലൂമൻ ഡിസ്റ്റിങ്ക്ട്ലി ഇൻടു 2 അക്വേഴ്സ് കമ്പാർട്ട്മെൻറ്റ്. ലൈക്ക് ഇതിൻ്റെ ലൂമനെ 2 അക്വേഴ്സ് കമ്പാർട്ട്മെൻറ്റുകളാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് കമ്പാർട്ട്മെൻ്റ് ആണ് മക്കളെ ദ ഔട്ടർ കമ്പാർട്ട്മെൻറ്റ് ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ദ ഇന്നർ കമ്പാർട്ട്മെൻറ്റ്. ഫസ്റ്റ് വൺ ഇസ് ദ ഔട്ടർ കമ്പാർട്ട്മെൻറ്റ് ആൻഡ് ദ സെക്കൻഡ് വൺ എന്ന് പറയുന്നതാണ് ഇന്നർ കമ്പാർട്ട്മെൻറ്റ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു മക്കളെ. സോ കമ്പാർട്ട്മെൻ്റ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് മൈറ്റോകോൺട്രിയനെ. അതിൻ്റെ ലൂമനെയാണ് കമ്പാർട്ട്മെൻ്റ് ആക്കിയത്. ഔട്ടർ കമ്പാർട്ട്മെൻറ്റും ഉണ്ട്, ഇന്നർ കമ്പാർട്ട്മെൻറ്റും ഉണ്ട്. ദ ഇന്നർ കമ്പാർട്ട്മെൻറ്റ് is filled with a dense homogeneous substance. ഇന്നർ കമ്പാർട്ട്മെന്റ് എങ്ങനെ ഫിൽ ചെയ്തിരിക്കുന്നത്? ഡെൻസ് ഹോമോജീനസ് സബ്സ്റ്റൻസ് വെച്ച് ഫിൽ ചെയ്തിട്ടുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് മാട്രിക്സ്. സോ ഇന്നർ കമ്പാർട്ട്മെന്റ് ഫിൽ ചെയ്തിട്ടുള്ള ഡെൻസ് ഹോമോജീനസ് സബ്സ്റ്റൻസ് അങ്ങനെ ഫിൽ ചെയ്തിട്ടുള്ളതിനെ വിളിക്കുന്ന പേരാണ് മാട്രിക്സ്. ആൻഡ് ഔട്ടർ മെംബ്രെയിൻ ഫോംസ് എ കണ്ടിന്യൂസ് ലിമിറ്റിംഗ് ബൗണ്ടറി ഓഫ് ഓർഗനല്ലേ. ഓർഗനലയുടെ ഒരു കംപ്ലീറ്റ് ആ ഒരു കണ്ടിന്യൂസ് ലിമിറ്റിംഗ് ബൗണ്ടറി ഫോം ചെയ്യുന്നത് ഔട്ടർ സർഫസ് ആണ്, ഔട്ടർ സ്പേസ് ആണ് മക്കളെ. ഇറ്റ് ഫോംസ് ദ കണ്ടിന്യൂസ് ലിമിറ്റിംഗ് ബൗണ്ടറി ഓഫ് ദി ഓർഗനൽ. വീണ്ടും പറയാണ്, മാട്രിക്സിന്റെ ഫോർമേഷൻ എങ്ങനെയാണ് മക്കളെ? ദാറ്റ് ഈസ് ദ ഇന്നർ കമ്പാർട്ട്മെന്റ് ഈസ് ഫിൽഡ് വിത്ത് എ ഡെൻസ് ഹോമോജീനസ് സബ്സ്റ്റൻസ്. ഇന്നർ കമ്പാർട്ട്മെന്റ് വിത്ത് ഡെൻസ് ഹോമോജീനസ് സബ്സ്റ്റൻസ് ആണ് മാട്രിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സോ ഔട്ടർ മെംബ്രെയിൻ ഇറ്റ് ഫോംസ് ദ കണ്ടിന്യൂസ് ലെയർ ഓർ ദ കണ്ടിന്യൂസ് ലിമിറ്റിംഗ് ബൗണ്ടറി ഓഫ് ദി ഓർഗനൽ. ക്ലിയർ? The inner membrane forms a number of infoldings. Inner membrane എന്ത് ഫോം ചെയ്യുന്നുണ്ട് മക്കളെ? നമ്പർ ഓഫ് ഇൻഫോൾഡിങ്സ് ഫോം ചെയ്യുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റേ. ഇന്നർ മെംബ്രെയിൻ ഫോം ചെയ്യുന്ന നമ്പർ ഓഫ് ഇൻഫോൾഡിങ്സിനെ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റേ. സിസ്റ്റേണയും ക്രിസ്റ്റയും മാറിപ്പോവരുത്. ഞാൻ ഓർത്ത് വെക്കലുണ്ടായിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഗോൾജി അപ്പാരറ്റസിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചതാണ് എന്ത്? സിസ്റ്റേണെ. അടുത്തതാണ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയോയുടെ കേസിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് എന്ത്? ക്രിസ്റ്റേ. മക്കളെ, ഗോൾജി കോംപ്ലക്സിൽ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു ആർ പ്രൊനൗൺസിയേഷൻ വരുന്നുണ്ടോ? ഇല്ല. പക്ഷേ സിസ്റ്റേണയിൽ ആർ ഉണ്ടെങ്കിലും അത് സൈലൻ്റ് അല്ലേ? നമ്മളത് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് സിസ്റ്റേണെ എന്നല്ലേ പറയുന്നത്. സോ ഗോൾജിയിലും ആറിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നില്ല, സിസ്റ്റേണയിലും ആറിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നില്ല. അപ്പം അങ്ങനെ ഓർത്ത് വയ്ക്കാം. രണ്ടാമത് ക്രിസ്റ്റയിൽ ആറ് നല്ല അടിപൊളിയായിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്. മൈറ്റോകോൺട്രിയയിലും ആറ് നല്ല അടിപൊളിയായിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്. സോ മൈറ്റോകോൺട്രിയ റിലേറ്റഡ് ടു ക്രിസ്റ്റ ആൻഡ് ഓൾസോ ഗോൾജി കോംപ്ലക്സസ് റിലേറ്റഡ് ടു സിസ്റ്റേണെ. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് ഓർത്ത് വെക്കേണ്ടത്. സോ ഇറ്റ് ഈസ് എ ട്രിക്ക്. ഓക്കെ അല്ലേ മക്കളെ? സോ ദ ഇന്നർ മെംബ്രെയിൻ ഫോംസ് ന്യൂക്ലിയർ അല്ലെങ്കിൽ ഒരു നമ്പർ ഓഫ് ഇൻഫോൾഡിങ്സ് ഉണ്ടാകും. ഇന്നർ മെംബ്രെയിനിൽ എന്തുണ്ടാകും? നമ്പർ ഓഫ് ഇൻഫോൾഡിങ്സ് ഉണ്ടാകും. അതാണ് മക്കളെ ക്രിസ്റ്റേ. അതിൻ്റെ സിംഗുലർ വേർഡാണ് ക്രിസ്റ്റ. പ്ലൂറൽ ആണ് ക്രിസ്റ്റേ. സിംഗുലർ വേർഡ് എന്താണ്? ക്രിസ്റ്റ എന്നാണ്. ടുവേർഡ്സ് ദ മെട്രിക്സ്. എവിടേക്കാണ് ഫോം ചെയ്യുന്നത്? ടുവേർഡ്സ് ദ മെട്രിക്സ്. ക്ലിയർ ആണല്ലോ? ആൻഡ് ദ ക്രിസ്റ്റേ ഇൻക്രീസസ് ദ സർഫസ് ഏരിയ. ക്രിസ്റ്റയുടെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? ഇനി ക്രിസ്റ്റയുടെ ഫംഗ്ഷൻ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ഇറ്റ് ഇൻക്രീസസ് ദ സർഫസ് ഏരിയ. അത് സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ആൻഡ് ദ ടു മെംബ്രെയിൻസ്, ദാറ്റ് ഈസ് ഔട്ടർ മെംബ്രെയിൻ ആൻഡ് ദ ഇന്നർ മെംബ്രെയിൻ, ദേ ഹാവ് their own space enzymes, associated with the mitochondrial function. മൈറ്റോകോൺട്രിയൽ ഫംഗ്ഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഇവരുടേതായിട്ടുള്ള എന്തുണ്ട് മക്കളെ? സ്പേസ് ഉണ്ട്. അവരുടേതായിട്ടുള്ള സ്പെസിഫിക് എൻസൈംസുകൾ പ്രസന്റ് ആണ്. ആൻഡ് മൈറ്റോകോൺട്രിയ ആർ ദ സൈറ്റ്സ് ഓഫ് എയറോബിക് റെസ്പിറേഷൻ. ഇത് സ്റ്റേറ്റ്മെന്റിലൊക്കെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ആയിട്ട് കണ്ടിട്ടുണ്ട് മുന്നേ. സോ എയറോബിക് റെസ്പിറേഷൻ്റെ സൈറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് മൈറ്റോകോൺട്രിയ. എയറോബിക് റെസ്പിറേഷൻ്റെ സൈറ്റ് ഏതാണ് മക്കളെ? ദാറ്റ് ഈസ് മൈറ്റോകോൺട്രിയ. ക്ലിയർ ആണല്ലോ?
Okay ആണല്ലോ. So they produce cellular energy in the form of ATP, hence they are called powerhouses of the cell. ഇവർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന മൈറ്റോകോൺട്രിയയുടെ ഫംഗ്ഷൻ എന്താണ്? ദാറ്റ് ഈസ് ദേ ആർ ദ പവർ ഹൗസ് ഓഫ് സെൽ. മൈറ്റോകോൺട്രിയയാണ് സെല്ലിൻ്റെ പവർ ഹൗസ് എന്ന് പറയുന്നത്. അത് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊസസ് സെല്ലുലാർ എനർജി ഇൻ ദ ഫോം ഓഫ് ATP. ATPയുടെ ഫോമിൽ സെല്ലുലാർ എനർജി പൊസസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവരെ നമ്മൾ എന്ത് വിളിക്കും? പവർ ഹൗസ് ഓഫ് ദി സെൽ എന്ന് വിളിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ മക്കളെ? സോ ദ മാട്രിക്സ് ഓൾസോ പൊസസ് സിംഗിൾ സർക്കുലർ DNA മോളിക്യൂൾ. മാട്രിക്സിൽ എന്തുകൂടെ ഉണ്ട്? മാട്രിക്സ് എന്ന് വെച്ചാൽ എന്താണ് മക്കളെ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ? ഇവിടെ ഞാൻ പറഞ്ഞതാണ് ഹോമോജീനസ് ഡെൻസ് ഹോമോജീനസ് സബ്സ്റ്റൻസ് ഫില്ല് ചെയ്തിട്ടുള്ള ദ ഇന്നർ കമ്പാർട്ട്മെൻ്റ് ആണ് മാട്രിക്സ് എന്ന് പറയുന്നത്. സോ ഈ മാട്രിക്സിൽ ആരൊക്കെ പ്രസൻ്റ് ആണ്? സിംഗിൾ സർക്കുലർ DNA മോളിക്യൂൾ പ്രസൻ്റ് ആണ്, ഫ്യൂ RNA മോളിക്യൂൾ പ്രസൻ്റ് ആണ്, റൈബോസോംസ് പ്രസൻ്റ് ഉണ്ട്. റൈബോസോംസ് ഏതാണ് ഇവിടെ ഉണ്ടാവുക? 70S റൈബോസോം ആണ്. 70S റൈബോസോം ആകുമ്പം ഏതൊക്കെയാണ് മക്കളെ? സബ് യൂണിറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. 70S റൈബോസോം ആണെന്നുണ്ടെങ്കിൽ 50Sഉം അതുപോലെ തന്നെ. സോ 70S റൈബോസോം എന്ന് പറയുമ്പം ഏതാണ് മക്കളെ വരിക? 50Sഉം 30Sഉം ആണ് വരുന്നത്. 50S ആൻഡ് 30S ആണ് വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ മക്കളെ? സോ ദ മൈറ്റോകോൺട്രിയ ഡിവൈഡ്സ് ബൈ ഫിഷൻ. മൈറ്റോകോൺട്രിയ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്? ഫിഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് മൈറ്റോകോൺട്രിയ ഡിവൈഡ് ചെയ്യുന്നത്. ഫിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് മൈറ്റോകോൺട്രിയയുടെ ഡിവിഷൻ വരുന്നത്. ക്ലിയർ ആണല്ലോ? ഇന്നർ കമ്പാർട്ട്മെൻറ്റ് പറഞ്ഞു, ഔട്ടർ കമ്പാർട്ട്മെൻറ്റ് പറഞ്ഞു. അത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കത്താൻ പറ്റും എന്ത്? ദാറ്റ് ഈസ് ഡബിൾ മെംബ്രെയിൻ ബൗണ്ടഡ് ആണ്. ഡബിൾ മെംബ്രെയിൻ ബൗണ്ടഡ് ഓർഗനല്ലെയാണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? പ്ലാസ്റ്റിഡ്സിനെ പറ്റിയിട്ടാണ്. ഈ പ്ലാസ്റ്റിഡ്സ് ഒക്കെ ആർക്കുണ്ട് നമ്മൾ പറഞ്ഞു? പ്ലാന്റ്സിന് പ്രസൻ്റ് ആണെന്ന് പറഞ്ഞു, ആനിമൽസിന് ആബ്സെൻ്റ് ആണ് പ്ലാസ്റ്റിഡ്. സോ ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഓൾ പ്ലാന്റ് സെൽസ് ആൻഡ് ഇൻ യൂഗ്ലിനോയിഡ്സ്. എല്ലാ പ്ലാന്റ് സെൽസിലും കാണാൻ പറ്റും, യൂഗ്ലിനോയിഡ്സിലും കാണാൻ പറ്റും. അതിൻ്റെ ഒരു കണക്ഷനും നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞതാണ്. ലൈക്ക് യൂഗ്ലിനോയിഡ്സിൻ്റെ കുറേ സിമിലാരിറ്റീസ് ഇൻ ടേംസ് ഓഫ് ദി പ്ലാന്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ പ്ലാസ്റ്റിഡ്സ് ആർ ഫൗണ്ട് ഇൻ പ്ലാന്റ്സ് ആൻഡ് ഇൻ യൂഗ്ലിനോയിഡ്സ്. എവിടെയൊക്കെ കാണുന്നുണ്ട്? പ്ലാന്റ്സിലും കാണുന്നുണ്ട്, യൂഗ്ലിനോയിഡ്സിലും കാണുന്നുണ്ട്. സോ ദീസ് ആർ ഈസിലി ഒബ്സർവ്ഡ് അണ്ടർ ദ മൈക്രോസ്കോപ്പ് ആസ് ദേ ആർ ലാർജ്. ഇവരെന്താണ് ആക്ച്വലി പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത് ലാർജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന മൈക്രോസ്കോപ്പിൻ്റെ അണ്ടറിൽ നമുക്കൊന്നുകൂടി ഈസി ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മൈറ്റോകോൺട്രിയ സ്റ്റെയിൻ ചെയ്യാതെ കിട്ടത്തില്ല എന്ന് പറഞ്ഞു, പക്ഷേ ഇവിടെ അങ്ങനെ പ്രശ്നമുണ്ടോ? ഇല്ല, കാരണം ഇവർ യൂഷ്വലി ലാർജ് ആയതുകൊണ്ട് തന്നെ മൈക്രോസ്കോപ്പിൻ്റെ ഇടയിൽ നമുക്കൊന്നുകൂടി ഈസി ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ദേ ബിയർ സം സ്പെസിഫിക് പിഗ്മെൻറ്റ്സ്. ഇവർക്ക് എന്തുണ്ട്? സ്പെസിഫിക് പിഗ്മെൻറ്റ്സ് ഉണ്ട്. സോ ഇമ്പാർട്ടിങ് സ്പെസിഫിക് കളേഴ്സ് ടു ദ പ്ലാന്റ്സ്. അതുവഴിയാണ് കളേഴ്സ് പ്ലാന്റ്സിലോട്ട് കളർ ഇമ്പാർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന പ്ലാസ്റ്റിഡ്സ് വഴിയാണ്. കാരണം പ്ലാസ്റ്റിഡ്സിന് എന്തുണ്ട് മക്കളെ? ഒരു സ്പെസിഫിക് പിഗ്മെൻറ്റ്സ് കിട്ടും. ഓക്കെ, ആ പിഗ്മെൻറ്റ്സ് ആണ് എന്തിലോട്ട് ഇമ്പാർട്ട് ചെയ്യുന്നത്? ലൈക്ക് ഇമ്പാർട്ട് ചെയ്യുന്നത് എന്തിലോട്ട്? എന്തിനു വേണ്ടിയിട്ടാണ് ഇവർക്ക് കളേഴ്സ്? പ്ലാന്റ്സിൻ്റെ ഓരോന്നിനും ഓരോ ഡിഫറെൻറ്റ് കളേഴ്സ് ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. സോ ആ കളേഴ്സ് കിട്ടുന്നത് എവിടെ നിന്നാണ് മക്കളെ? ഈ പറയുന്ന പിഗ്മെൻറ്റ്സിൽ നിന്നാണ്. ക്ലിയർ ആണല്ലോ? സോ ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് പിഗ്മെൻറ്റ്സ്, ഈ പിഗ്മെൻറ്റ്സിൻ്റെ പ്രസൻസിൽ പ്ലാസ്റ്റിഡ്സിനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ് ഈസ് ദ ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ് ആൻഡ് ല്യൂക്കോപ്ലാസ്റ്റ്. ഓക്കെ, ഏത് പിഗ്മെൻ്റ് ആണ് പ്രസൻറ്റ് എന്നതിൻ്റെ ബേസിസിൽ വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ദ ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് ക്രോമോപ്ലാസ്റ്റ് ആൻഡ് ല്യൂക്കോപ്ലാസ്റ്റ്. ഈ മൂന്നെണ്ണം, ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ് ആൻഡ് ല്യൂക്കോപ്ലാസ്റ്റ്, ഇങ്ങനെ മൂന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ക്ലോറോപ്ലാസ്റ്റിൻ്റെ കേസും ക്രോമോപ്ലാസ്റ്റിൻ്റെ കേസും ല്യൂക്കോപ്ലാസ്റ്റിൻ്റെ കേസുമാണ്. ക്ലോറോപ്ലാസ്റ്റിൽ ആരാണ് ഉണ്ടാവുക? ക്ലോറോപ്ലാസ്റ്റിൽ ആരാ മക്കളെ ഉണ്ടാവുക? ക്ലോറോഫിൽ. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഗ്രീൻ. സോ ക്ലോറോപ്ലാസ്റ്റിൽ പ്രസൻ്റ് ആയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് നമ്മൾ എഴുതി തരാം. ഫസ്റ്റ് ആരാണ് മക്കളെ നമ്മൾ പറയുന്നത്? ക്ലോറോപ്ലാസ്റ്റ്. സോ ക്ലോറോപ്ലാസ്റ്റിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഒന്നാമത്തെ ആളാണ് ക്ലോറോഫിൽ. ക്ലിയർ ആണോ? ഒന്നാമത്തെ ആളാണ് ക്ലോറോഫിൽ. രണ്ടാമത്തെ ആളാണ് മക്കളെ കെരോട്ടിനോയിഡ് പിഗ്മെൻറ്റ്സ്. ക്ലിയർ ആണല്ലോ? സോ ക്ലോറോപ്ലാസ്റ്റിൽ പ്രസൻ്റ് ആയിട്ടുള്ളത് ആരൊക്കെയാണ് മക്കളെ? ക്ലോറോഫിൽ ആൻഡ് കെരോട്ടിനോയിഡ് പിഗ്മെൻറ്റ്സ്. ക്ലിയർ ആണല്ലോ മക്കളെ? ക്ലോറോഫിൽ ആൻഡ് കെരോട്ടിനോയിഡ് പിഗ്മെൻറ്റ്സ് ആണ് എന്തിൽ പ്രസൻ്റ് ആയിട്ടുള്ളത്? ക്ലോറോപ്ലാസ്റ്റിൽ പ്രസൻ്റ് ആയിട്ടുള്ള പിഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് നിർത്തി വയ്ക്കുകയാണ്. ഇനി അതേ സമയം നമ്മൾ ക്രോമോപ്ലാസ്റ്റിലോട്ട് വരികയാണ്. ക്രോമോപ്ലാസ്റ്റിൽ വരുമ്പം നമുക്കവിടെ കാണാൻ പറ്റുക ഫാറ്റ് സോല്യൂബിൾ കെരോട്ടിനോയിഡ് പിഗ്മെൻറ്റ്സിനെയാണ്. എന്താണ് ഈ ഫാറ്റ് സോല്യൂബിൾ കെരോട്ടിനോയിഡ് പിഗ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ദ കെരോട്ടിൻ, ക്സാന്തോഫിൽ ആൻഡ് അതേഴ്സ്.
കെരോട്ടിൻ ഉണ്ട്, ക്സാന്തോഫിൽ ഉണ്ട്, പിന്നെ ഉണ്ട് കുറേ ഫാറ്റ് സോലുബിൾ പിഗ്മെന്റ്സ് എന്നൊക്കെ പറയുന്നത്. സോ ആദ്യം നമ്മൾ പഠിച്ചത് എന്താണ്? ക്ലോറോഫിൽ അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റിനെ പറ്റിയിട്ടാണ്. ക്ലോറോപ്ലാസ്റ്റിലുള്ളത് ആരാ മക്കളെ? ദാറ്റ് ഈസ് ക്ലോറോഫിൽ ഉണ്ട്, കെരോട്ടിനോയിഡ് പിഗ്മെന്റ്സ് ഉണ്ട്. സോ ഇവരാണ് ലൈറ്റ് എനർജി ട്രാപ്പ് ചെയ്യുന്നതിന് സഹായിക്കുന്നത്, വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ ഫോട്ടോസിന്തസിസ്. അതേസമയം ഇനി ക്രോമോപ്ലാസ്റ്റിലോട്ട് പോരുകയാണെന്നുണ്ടെങ്കിൽ ഫാറ്റ് സോലുബിൾ കെരോട്ടിനോയിഡ് പിഗ്മെന്റ്സ് പ്രസന്റ് ആണ്. ഫാറ്റ് സോലുബിൾ കെരോട്ടിനോയിഡ് പിഗ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ദ കെരോട്ടിൻ, ക്സാന്തോഫിൽ ആൻഡ് അതേഴ്സ്. കെരോട്ടിൻ ഉണ്ട്, ക്സാന്തോഫിൽ ഉണ്ട്, മറ്റുള്ള പിഗ്മെന്റ്സുകളും പ്രസന്റ് ആണ്. ഇവിടെ ക്രോമോപ്ലാസ്റ്റിൽ. ആൻഡ് ദിസ് ഗിവ്സ് എ പാർട്ട് ഓഫ് ദി പ്ലാന്റ് എ യെല്ലോ, ഓറഞ്ച് ആൻഡ് റെഡ് കളർ. ഇതാണ് യെല്ലോ, ഓറഞ്ച്, റെഡ് കളർ കൊടുക്കുന്നത്. ക്ലിയർ ആണോ? യെല്ലോ, ഓറഞ്ച്, റെഡ് കളർ കൊടുക്കുന്നത് ഇതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വൺ ബട്ട് ദ ലീസ്റ്റ്, ദാറ്റ് ഈസ് ല്യൂക്കോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ് പറഞ്ഞു, ക്രോമോപ്ലാസ്റ്റ് പറഞ്ഞു, അടുത്തതാണ് ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. സോ ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് കളർലെസ് പ്ലാസ്റ്റിഡ്സ് ആണ്. ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കളർലെസ് പ്ലാസ്റ്റിഡ്സ് ആണ്. ഓഫ് വേരിയഡ് ഷേപ്സ് ആൻഡ് സൈസ് വിത്ത് സ്റ്റോർഡ് ന്യൂട്രിയൻസ്. വേരിയസ് ഷേപ്സ് ഉണ്ട്, സൈസ് ഉണ്ട്, സ്റ്റോർഡ് ന്യൂട്രിയൻസും പ്രസന്റ് ആണ്. സോ ഇതാരാണ് മക്കളെ? ദാറ്റ് ഈസ് ല്യൂക്കോപ്ലാസ്റ്റ്. ആരാണ്? ല്യൂക്കോപ്ലാസ്റ്റ് ആണ്. സോ ഏതൊക്കെ കഴിഞ്ഞു? ക്ലോറോപ്ലാസ്റ്റ് കഴിഞ്ഞു, ക്രോമോപ്ലാസ്റ്റ് കഴിഞ്ഞു, ല്യൂക്കോപ്ലാസ്റ്റ് കഴിഞ്ഞു. ക്ലിയർ ആണല്ലോ? ഇനി അമൈലോപ്ലാസ്റ്റ് ആണ് പറയുന്നത്. സി, അമൈലോപ്ലാസ്റ്റ് സ്റ്റോർ ചെയ്യുന്നത് എന്താണ് മക്കളെ? എന്താണ് അമൈലോപ്ലാസ്റ്റ് സ്റ്റോർ ചെയ്യുന്നത്? അത് എന്തിലത്തെ ബേസിസിൽ വരുന്നതാണ്? നമ്മളുടെ ല്യൂക്കോയുടെ കേസിലൊക്കെ വരുന്നതാണ്. അമൈലോപ്ലാസ്റ്റ് സ്റ്റോർ ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ്സിനെയാണ്, ദാറ്റ് ഈസ് സ്റ്റാർച്ച്. അതിന് എക്സാമ്പിളാണ് പൊട്ടാറ്റോ. അടുത്തതാണ് ഇലായോപ്ലാസ്റ്റ്. ഇലായോപ്ലാസ്റ്റ് സ്റ്റോർ ചെയ്യുന്നത് എന്താണ്? ഓയിൽസിനെയും ഫാറ്റ്സിനെയാണ്. സ്റ്റാർച്ച്, ഓയിൽ, ഫാറ്റ് ആണ്. സ്റ്റോർ ഓയിൽ, ഫാറ്റ്. ഇതാണ് ആര് ചെയ്യുന്നത് മക്കളെ? ഇലായോപ്ലാസ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? വെറാസ് അലൂറോപ്ലാസ്റ്റ് സ്റ്റോർ പ്രോട്ടീൻസ്. അലൂറോപ്ലാസ്റ്റ് എന്താ സ്റ്റോർ ചെയ്യുന്നത്? പ്രോട്ടീൻസിനെയാണ് സ്റ്റോർ ചെയ്യുന്നത്. അലൂറോ, അതിലും ആറുണ്ട്, പ്രോട്ടീൻസിലും ആറുണ്ട്. അങ്ങനെ ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ? സോ ഇതാണ് നമ്മളുടെ ക്ലോറോപ്ലാസ്റ്റിൻ്റെ സെക്ഷണൽ വ്യൂ എന്ന് പറയുന്നത്. സി, ഇതാണ് നമ്മളുടെ ക്ലോറോപ്ലാസ്റ്റിൻ്റെ സെക്ഷണൽ വ്യൂ എന്ന് പറയുന്നത്. സി, ദിസ് ഇസ് എ സ്ട്രോമ. ഇതാണ് മക്കളെ സ്ട്രോമ. ആൻഡ് ദിസ് ഇസ് ഔട്ടർ മെംബ്രെയിൻ, ദിസ് ഇസ് ദ ഇന്നർ മെംബ്രെയിൻ, ദിസ് ഇസ് ദ ഗ്രാനം, ദെൻ തൈലക്കോയിഡ്, ദിസ് ഇസ് ദ സ്ട്രോമ ലാമെല്ലെ. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും സ്ട്രോമ ലാമെല്ലെ ഇന്റർ ഫംഗ്ഷനിങ് ആണ് നടത്തുന്നത്. ഇന്റർ ഫംഗ്ഷനിങ് എന്ന് വെച്ചാൽ അവർക്കിടയിൽ സെൽ ടു സെൽ ഇൻട്രാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അതാണ് ഇവിടെ നിന്ന് ചെയ്യുന്നത്. ഇതിലത്തെ ഓരോ ഈച്ച് ആൻഡ് എവറി വേർഡ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അത് എക്സാമിന് അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻസ്, ഡയഗ്രാം വൈസ് ക്വസ്റ്റ്യൻസ് വരാം. ഇതിപ്പം എന്തിന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളതെന്ന് വരാം. സോ ക്ലോറോപ്ലാസ്റ്റ് ആണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അല്ലാതെ ക്ലോറോപ്ലാസ്റ്റ് എന്ന് കണ്ടതിന് ശേഷം പിന്നെ ഓരോന്നോരോന്ന് ഇങ്ങനെ എടുത്തുണ്ടാക്കുക, അങ്ങനെയല്ല. ഇത് പിക്ചർ കണ്ടുപാടെ നിങ്ങൾക്ക് എന്ത് കത്തണം? ക്ലോറോപ്ലാസ്റ്റ് ആണെന്ന് കത്തണം. ആ ക്ലോറോപ്ലാസ്റ്റ് എത്ര മെംബ്രെയിൻ ബൗണ്ടഡ് ആണ്, അല്ലെങ്കിൽ മെംബ്രെയിൻ തന്നെ ലൈക്ക് എത്ര മെംബ്രെയിൻ ബൗണ്ടഡ് ആണ്, അതുപോലത്തെ മെംബ്രെയിൻ തീരെ ഇല്ലാത്തതാണോ, ഇങ്ങനെയൊക്കെ നോക്കണം. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ ആണല്ലോ? സോ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇപ്പം നമുക്കറിയാം ഡബിൾ മെംബ്രെയിൻ ബൗണ്ടഡ് ആണെന്നുള്ളത്. ഡബിൾ മെംബ്രെയിൻ ബൗണ്ടഡ് ആകുമ്പം നിങ്ങൾക്ക് ഈ പിക്ചർ നോക്കിയാൽ മനസ്സിലാകും ഇതിന് ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ഒരു ഇന്നർ മെംബ്രെയിൻ ഉണ്ട്. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ മക്കളെ? ക്ലിയർ ആണല്ലോ? സോ മെജോറിറ്റി ഓഫ് ദി ക്ലോറോപ്ലാസ്റ്റ് ഓഫ് ദ ഗ്രീൻ പ്ലാന്റ്സ് ആർ ഫൗണ്ട് ഇൻ ദ മീസോഫിൽ സെൽസ് ഓഫ് ദ ലീവ്സ്. അതായത് ഗ്രീൻ പ്ലാന്റ്സിന്റെ മെജോറിറ്റി ക്ലോറോപ്ലാസ്റ്റ് എവിടെ മക്കളെ കാണുന്നത്? ലീവ്സ്, മീസോഫിൽ സെൽസിലായിട്ടാണ് കാണുന്നത്. സോ ഇവരുടെ ഷേപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? That is, it is lens shaped, oval, spherical, discoid or even ribbon like organelles having variable length. ക്ലിയർ ആണല്ലോ മക്കളെ? സോ ഇവരുടെ ഷേപ്പ് വരുന്നത് എന്താണ്? ദീസ് ആർ ലെൻസ് ഷേപ്ഡ്, ഓവൽ, സ്ഫെറിക്കൽ, ഡിസ്കോയിഡ് ആൻഡ് ഈവൻ റിബൺ ലൈക്ക് ഓർഗനൽസ് having variable length, that is 5 to 10 micrometer and width 2 to 4 micrometer. ഇത്രയും ലെങ്ത്തും ഇത്രയും വിഡ്ത്തുള്ള ഈവൻ റിബൺ ലൈക്ക് ഓർഗനൽസിനെ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇതിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. സോ ദ നമ്പർ വേരീസ് ഫ്രം 1 per cell of Chlamydomonas, a green alga 20 to 40 per cell in the mesophyll cell. ഇതിൻ്റെ നമ്പർ വേരി ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ദാറ്റ് ഈസ് ഇപ്പോൾ Chlamydomonas എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെല്ലിന് ഒരു മൈറ്റോകോൺഡ്രിയൻ്റെ ആവശ്യമുള്ളൂ. ഒരു സെല്ലിന് ഒരു മൈറ്റോകോൺഡ്രിയൻ്റെ ആവശ്യം എന്തിലുള്ളൂ? ഈ പറയുന്ന പോയിന്റിലുള്ളൂ. ഒരു സെല്ലിന് ഒരു മൈറ്റോകോൺഡ്രിയ. ദാറ്റ് ഈസ് എക്സാമ്പിൾ പറയുന്നതാണ് Chlamydomonas എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഗ്രീൻ ആൽഗ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 20 to 40 per cell ആണ്. 20 to 40 per cell ആണ് ഇവിടെ മീസോഫില്ലിൽ.
ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ ആണല്ലോ? കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ നിങ്ങൾക്ക്? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് മൈറ്റോകോൺട്രിയ ദ ക്ലോറോപ്ലാസ്റ്റ് ആർ ഓൾസോ ഡബിൾ മെംബ്രെയിൻ ബൗണ്ടഡ് ഓർഗൻ. ദാറ്റ് ഈസ് ഈ പറയുന്ന മൈറ്റോകോൺട്രിയ ഡബിൾ മെംബ്രെയിൻ ബൗണ്ടഡ് ഓർഗനല്ലെയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആരും ഡബിൾ മെംബ്രെയിൻ ബൗണ്ടഡ് ഓർഗനല്ലെയാണ് മക്കളെ? ദാറ്റ് ഈസ് ആരാണ്? ഓഫൺ ക്ലോറോപ്ലാസ്റ്റ് ഓൾസോ ഡബിൾ മെംബ്രെയിൻ ബൗണ്ടഡ്. ആരും കൂടെ ഡബിൾ മെംബ്രെയിൻ ബൗണ്ടഡ് ഓർഗനല്ലെയാണ്? ക്ലോറോപ്ലാസ്റ്റും ഡബിൾ മെംബ്രെയിൻ ബൗണ്ടഡ് ഓർഗനല്ലെയാണ്. ഓഫ് ദ ടു ദ ഇന്നർ ക്ലോറോപ്ലാസ്റ്റ് മെംബ്രെയിൻ ഈസ് റിലേറ്റീവ്ലി ലെസ് പെർമിയബിൾ. ഇന്നർ ക്ലോറോപ്ലാസ്റ്റ് മെംബ്രെയിൻ ലെസ് പെർമിയബിൾ ആയിരിക്കും. ആൻഡ് ദ സ്പേസ് ലിമിറ്റഡ് ബൈ ദ ഇന്നർ മെംബ്രെയിൻ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ഈസ് കോൾഡ് സ്ട്രോമ. ലൈക്ക് ക്ലോറോപ്ലാസ്റ്റിന്റെ ഇന്നർ മെംബ്രെയിനിലായിട്ട് ലിമിറ്റ് ചെയ്യുന്ന സ്പേസ് ആണ്. അതാണ് മക്കളെ എന്തെന്ന് പറയുന്നത്? സ്ട്രോമ എന്ന് പറയുന്നത്. സി ഇവിടെയൊക്കെ എന്തുണ്ട്? സ്ട്രോമ ഉണ്ട്. This all are stroma. Clear ആണല്ലോ മക്കളെ? ഓക്കെ ആണല്ലോ? സോ എ നമ്പർ ഓഫ് ഓർഗനൈസ്ഡ് ഫ്ലാറ്റൻഡ് മെംബ്രെയിൻ സാക്സ് കോൾഡ് തൈലക്കോയിഡ്സ്. അതിങ്ങനെ സാക്ക് ആയിട്ട് ഇങ്ങനെ വെച്ചേക്കായിരിക്കും. ഓക്കെ, സോ അതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ തൈലക്കോയിഡ്. സി ഇതാണ് തൈലക്കോയിഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാകും. അതിങ്ങനെ സാക്ക് ആയിട്ട് വെച്ചേക്കുവാണ്. ഇതിൻ്റെ മേലെ ഒന്നായിട്ട് സാക്ക് ആയിട്ട് വെച്ചേക്കുവാണ്. അതിനെ വിളിക്കുന്ന പേരാണ് തൈലക്കോയിഡ് എന്ന് പറയുന്നത്. ആൻഡ് പ്രസൻറ്റ് ഇൻ ദ സ്ട്രോമ. അതെവിടെ കാണുന്നത്? സ്ട്രോമയിലാണ് കാണുന്നത്. ആൻഡ് ആർ അറേഞ്ച്ഡ് ഇൻ സ്റ്റാക്ക് ലൈക്ക് ദ പൈൽസ് ഓഫ് കോയിൻസ് കോൾഡ് ഗ്രാന. അതായത് ഇത് ശരിക്കും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. നമ്മളുടെ കോയിൻസ് ഇങ്ങനെ അട്ടിക്ക് വെച്ചതുപോലെ ഇല്ലേ? സോ അതിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? തൈലക്കോയിഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ? സോ thylakoids are arranged in stack like the piles of coins called grana, that is granum, or the intergranal thylakoids അല്ലെങ്കിൽ intergranal thylakoids വെച്ചിട്ട് കയറും. In addition, there are the flat membranous tubules called stroma lamellae. ഇതിന് പുറമെ ഇവർക്ക് എന്തുണ്ട്? ഫ്ലാറ്റ് membranous tubules നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അതാണ് എന്ത്? സ്ട്രോമ ലാമെല്ലെ എന്ന് പറയുന്നത്. അതാണ് സ്ട്രോമ ലാമെല്ലെ. സോ എന്താണ് സ്ട്രോമ ലാമെല്ലെ ചെയ്യുന്നത്? ഈ തൈലക്കോയിഡുകൾ തമ്മിൽ കണക്ഷൻ ഉണ്ടാക്കല്ലേ ചെയ്യുന്നത്? ഡിഫറെൻറ്റ് ഗ്രാനയിലെ തൈലക്കോയിഡ്സുകൾ തമ്മിൽ കണക്ഷൻ ഉണ്ടാക്കാണ് ആര് ശരിക്കും ചെയ്യുന്നത്? സ്ട്രോമ ചെയ്യുന്നത്. അല്ലേ? കറക്റ്റ് അല്ലേ? ഡിഫറെൻറ്റ് ഗ്രാനകളുടെ തൈലക്കോയിഡ്സുകൾ തമ്മിൽ എന്തുണ്ടാക്കുകയാണ്? ഒരു കണക്ഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ അല്ലേ? സോ ദ മെംബ്രെയിൻ ഓഫ് തൈലക്കോയിഡ്സ് എൻക്ലോസ് എ സ്പേസ് കോൾഡ് ല്യൂമൻ. അതുകൊണ്ട് തന്നെ ഈ തൈലക്കോയിഡ് മെംബ്രെയിൻസിന് ഒരു സ്പേസ് ഉണ്ട്. അതാണ് ല്യൂമൻ എന്ന് പറയുന്നത്. ദ സ്ട്രോമ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്ൻസ് എൻസൈംസ് റിക്വയർഡ് ഫോർ സിന്തസിസ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആൻഡ് പ്രോട്ടീൻ. കാർബോഹൈഡ്രേറ്റ് സിന്തസിസിനും പ്രോട്ടീൻ സിന്തസിസിനും കൂടെ ആവശ്യമായിട്ടുള്ള ലൈക്ക് ഈ പറയുന്ന എൻസൈംസ് ഒക്കെ ക്ലോറോപ്ലാസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ക്ലോറോപ്ലാസ്റ്റിൽ പറയുന്ന എൻസൈംസ് ഒക്കെ എന്തായിരിക്കും മക്കളെ? അവൈലബിൾ ആയിരിക്കും കുറച്ചൊക്കെ. ആൻഡ് ഇറ്റ് ഓൾസോ കണ്ടെയ്ൻസ് സ്മോൾ ഡബിൾ സ്റ്റാൻഡേർഡ് സർക്കുലർ DNA. സി ഇവിടെ ഞാൻ ഒരു കാര്യം പറഞ്ഞത്, നിങ്ങൾ ഈ ഒരു പിക്ചർ നോക്കിയാൽ നിങ്ങൾക്കിത് മനസ്സിലാവും. ഇതായിരുന്നു നമ്മൾ പറഞ്ഞ ഗ്രാനം. സി ഇതാണ് ഗ്രാനം. ഇതിൽ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതാണ് മക്കളെ തൈലക്കോയിഡ്സ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നമ്പർ ഓഫ് ഓർഗനൈസ്ഡ് ഫ്ലാറ്റൻഡ് മെംബ്രെയിനസ് സാക്സ് ആണ് തൈലക്കോയിഡ് എന്ന് പറയുന്നത്. ഈ പറയുന്ന തൈലക്കോയിഡ് എങ്ങനെയാണ് മക്കളെ കണക്ട് ചെയ്യുന്നത്? ഡിഫറെൻറ്റ് ഗ്രാനയിലോട്ട് കണക്ട് ചെയ്യണം. ഈ തൈലക്കോയിഡിന് സി ഇതാണല്ലോ നമ്മളുടെ തൈലക്കോയിഡ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട് വരാൻ പാടില്ല, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ഈ പറയുന്ന തൈലക്കോയിഡിന് ഡിഫറെൻറ്റ് ഗ്രാനയിലോട്ട് കണക്ട് ചെയ്യാൻ ഇവിടെ കണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടോ നിങ്ങൾ മക്കളെ? ഓക്കെ അല്ലേ? സോ അതാണ് നമ്മൾ പറഞ്ഞ ലാമെല്ലയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണല്ലോ? അത് ഓക്കെ ആണല്ലോ? സോ ഇറ്റ് ഓൾസോ കണ്ടെയ്ൻ സ്മോൾ ഡബിൾ സ്റ്റാൻഡേർഡ് സർക്കുലർ DNA മോളിക്യൂൾസ് ആൻഡ് റൈബോസോം. ഇവർക്കും എന്ത് പ്രസൻ്റ് ആണ് മക്കളെ? റൈബോസോംസ് പ്രസൻ്റ് ആണ്. അതുപോലെ തന്നെ സ്മോൾ സ്റ്റാൻഡേർഡ് സർക്കുലർ DNA മോളിക്യൂൾസ് ഉണ്ട്. ആൻഡ് ക്ലോറോഫിൽ പിഗ്മെൻറ്റ്സ് ആർ പ്രസൻറ്റ് ഇൻ ദ തൈലക്കോയിഡ്സ്. ദ റൈബോസോംസ് ഓഫ് ദ ക്ലോറോപ്ലാസ്റ്റ് ആർ 70S, ദാറ്റ് ഈസ് സ്മോളർ ആണ്. റൈബോസോംസ് ക്ലോറോപ്ലാസ്റ്റിൻ്റെ റൈബോസോംസ് എന്ന് പറയുന്നത് എന്താണ്? സ്മോളർ ആണ്. ദാറ്റ് ഈസ് 70S. ഈ 70S എന്ന് പറയുമ്പം 50Sഉം 30Sഉം കൂടിയതാണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ മക്കളെ? 50Sഉം 30Sഉം കൂടെ കൂടിയതാണ് എന്ത്? ഈ പറയുന്ന 70S റൈബോസോം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൈറ്റോപ്ലാസ്മിക് റൈബോസോമത്തിനെ വിളിക്കുന്ന പേരാണ് മക്കളെ ദാറ്റ് ഈസ് 80S എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ അത് വരുന്നത് എങ്ങനെയായിരിക്കും? 1640 ആയിരിക്കും. ഓക്കെ അല്ലേ? സോ ഇതാണ് മക്കളെ നമ്മൾക്ക് എന്തിനെ പറ്റി പഠിക്കാനുള്ളത്? മൊത്തത്തിൽ പ്ലാസ്റ്റിഡ്സിനെ പറ്റിയിട്ട് പഠിക്കാനുള്ളത്. ഇപ്പോൾ പ്ലാസ്റ്റിഡ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ ആണല്ലോ? ഇതോടുകൂടെ നമ്മൾക്ക് എന്ത് കംപ്ലീറ്റ് ചെയ്തു? പ്ലാസ്റ്റിഡ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദ വെരി നെക്സ്റ്റ് ക്ലാസ് തൊട്ടിട്ട് നമ്മൾ റൈബോസോമും അതുപോലെ തന്നെ റൈബോസോമും നമ്മൾ ആക്ച്വലി പഠിച്ച് തീർന്നിട്ടുണ്ട്. ഓക്കെ, സി ഇവിടെ എന്ത് പഠിക്കാനുണ്ട്? നമുക്ക് 70Sഉം 80S ഒക്കെ പഠിക്കാനുണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചു തീർന്നു. 70S എന്ന് പറയുമ്പം അതെന്തൊക്കെയാണ്? 15 അതുപോലെ തന്നെ 30. എന്നാൽ ഈ പറയുന്ന 80S എന്ന് പറയുമ്പം നേരെ ഓപ്പോസിറ്റ്, ദാറ്റ് ഈസ് 60 ഉണ്ടാകും, 40 ഉണ്ടാകും. ഒരിക്കലും നിങ്ങൾ ഇത് എണ്ണം ലൈക്ക് 60 + 40 100 അങ്ങനെ നോക്കിയിട്ട് ചെയ്യരുത്. അതല്ലാണ്ട് തന്നെ പഠിച്ചിട്ട് വരിക. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ ആണല്ലോ? സോ ദ വെരി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും? റൈബോസോം എടുക്കും. റൈബോസോം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ പറയാം. അതുവരെ നിങ്ങൾ എടുത്തത് വരെ എല്ലാം നല്ല അടിപൊളിയായിട്ട് നോക്കിയിട്ട് വരാം. ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, ഡെയിലി പഠിക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോഴേ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഡോണ്ട് മേക്ക് ദിസ് ഓൾ ആസ് എ ബേർഡൻ. ഒരിക്കലും ബേർഡൻ ആയിട്ട് എടുക്കരുത്. ബേർഡൻ ആവും എപ്പോഴാണ്? നിങ്ങൾ അന്നാന്ന് എടുക്കുന്ന അന്നാന്ന് നോക്കാണ്ട് ഇങ്ങനെ കൂട്ടി വെക്കുമ്പോഴാണ് അന്നത്തെ ബേർഡനായി മാറുന്നത്. അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. ക്ലിയർ ആണല്ലോ മക്കളെ? സോ അണ്ടിൽ ദ നെക്സ്റ്റ് ക്ലാസ്, താങ്ക് യു.